സമാധാനത്തോടു കൂടി പുതിയ ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ്. പുതിയ വർഷമാണ്, പുതിയൊരു ചാപ്റ്ററുമായിട്ടാണ് മിസ് വന്നിരിക്കുന്നത്. നോക്കടാ, ദേ വരുന്നുണ്ട്, നമ്മുടെ ചാപ്റ്റർ വരുന്നുണ്ട്, നോക്കിക്കോ, ദേ ഓടി വന്നിട്ടുണ്ട്. ചാപ്റ്റർ 11 സ്ക്വയേഴ്സ് ആൻഡ് റൈറ്റ് ട്രയാങ്കിൾസ്, സമചതുരങ്ങളും മട്ടത്രികോണങ്ങളും. ഓക്കെ ആണല്ലോ, കണ്ടല്ലോ, ചാപ്റ്റർ കണ്ടല്ലോ, സന്തോഷമായല്ലോ. ഓക്കെ, എടാ സിമ്പിൾ ആണോ എന്ന് ചോദിച്ചാൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ തന്നെയാണ്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം, ശ്രദ്ധിച്ചിരിക്കണം. ഓക്കെ, ആദ്യം മുതൽ അവസാനം വരെ മക്കളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ശ്രദ്ധിച്ചിരുന്ന് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ പഠിച്ചു തീർക്കാൻ പറ്റിയ ഒരു ചാപ്റ്റർ തന്നെയാണ് സ്ക്വയേഴ്സ് ആൻഡ് റൈറ്റ് ട്രയാങ്കിൾസ് കേട്ടോ. അപ്പൊ എല്ലാവരും വേഗം ഇൻസ്ട്രുമെന്റ് ബോക്സും അതുപോലെ തന്നെ ഇൻസ്ട്രുമെന്റ് ബോക്സും ഒക്കെ കൊണ്ടുവന്ന സൈഡിൽ വെച്ചോ കേട്ടോ. ബുക്ക് എടുക്കുക, ഇൻസ്ട്രുമെന്റ് ബോക്സ് എടുക്കുക, എല്ലാവരും ഓടിപ്പോയിട്ട് സാധനങ്ങളൊക്കെ അരികത്ത് വെച്ചേക്കുക. അപ്പൊ നമ്മുടെ ഈ ഒരു ചാപ്റ്ററിന്റെ പേര് പോലെ തന്നെ നോക്കിയടാ, സ്ക്വയേഴ്സ് ആൻഡ് റൈറ്റ് ട്രയാങ്കിൾസ് ആണ്. ഈ സമചതുരവും മട്ടത്രികോണവും തമ്മിൽ എന്താ റിലേഷൻ, എന്തെങ്കിലും ഉണ്ടോ അവർ തമ്മിൽ, എന്തെങ്കിലും ബന്ധമുണ്ടോ നോക്കാടാ, നമുക്ക് നോക്കാം. അതാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ മൊത്തം ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ റെഡി ആണല്ലോ മക്കളെ? റെഡി ആണല്ലോ? റെഡി ആണെങ്കിൽ എല്ലാവരും ടാറ്റ് തന്നേടാ. നമ്മൾ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എല്ലാവരും കൈയൊക്കെ ഒന്ന് ശരിക്കും വീശ്, ശരിക്കും ഉഷാറാട്ടെ. ഓക്കേടാ. ഓക്കെ, സോ നമ്മുടെ ചാപ്റ്ററിന്റെ ഫസ്റ്റ് ടോപ്പിക് ഇതേ കാണുന്നതാണ്, ഏരിയാസ് ഓഫ് സ്ക്വയേഴ്സ്, സമചതുര പരപ്പളവ്. ഒരു സമചതുരത്തിന്റെ, ഒരു സ്ക്വയറിന്റെ പരപ്പളവ് കണ്ടുപിടിക്കാനായിട്ട്, ഏരിയ കണ്ടുപിടിക്കാൻ നമുക്കറിയാലോ, സിമ്പിൾ അല്ലെ? നോക്കാം, ഇവിടെ ഒരു ക്വസ്റ്റ്യനോട് കൂടിയാണ് നമ്മുടെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത്. നോക്കാം, വാട്ട് ഈസ് ദ ഏരിയ ഓഫ് എ സ്ക്വയർ വിത്ത് ലെങ്ത് ഓഫ് സൈഡ് 3 മീറ്റർ? എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഒരു സ്ക്വയർ ഉണ്ട്, ഒരു സമചതുരമുണ്ട്. എന്താണ് ഒരു സ്ക്വയർ അഥവാ സമചതുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ എന്താടാ? എന്താണ് ഒരു സമചതുരം അല്ലെങ്കിൽ സ്ക്വയർ എന്ന് പറയുന്നത്? സാർ ഒരാളെ വിളിച്ചോ. പാർവതി. പാർവതി, ഹലോ, കേൾക്കുന്നില്ലടാ? എടാ, എന്താണ് ഒരു സ്ക്വയർ? നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കാര്യമല്ലേ സ്ക്വയർ എന്ന് പറഞ്ഞത്? അത് തന്നെ, എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കും. അതൊന്ന് ഉണർവോട് എന്ന് പറഞ്ഞു, ഉഷാറായിട്ടൊന്ന് പറഞ്ഞേ. ഇപ്പൊ സെറ്റായി. ഓക്കെ, അപ്പൊ എല്ലാ സൈഡ്സും ഈക്വൽ ആയിട്ടുള്ള ഒരു ഫിഗറിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സ്ക്വയർ അഥവാ സമചതുരം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? ഈ സമചതുരത്തിന്റെ എല്ലാ സൈഡ്സും എത്രയാണ്? 3 മീറ്റർ വെച്ചിട്ടാണ് കേട്ടോ. എല്ലാ സൈഡ്സും 3 മീറ്റർ ആണ്. സമചതുരത്തിന്റെ സൈഡ്സും 3 മീറ്റർ എന്ന് പറയുമ്പോൾ എല്ലാ സൈഡും 3 മീറ്റർ വെച്ചാണ്. മിസ് ഇവിടെ ഒരു സമചതുരം എടുത്തിട്ടുണ്ട്. അതിന്റെ സൈഡ്സ് ഒക്കെ എന്താണ്? 3 മീറ്റർ എന്ന് മിസ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വേണ്ടത്? ഇതിന്റെ ഏരിയയാണ്. ഏരിയ അഥവാ പരപ്പളവാണ് നമുക്ക് വേണ്ടത്. എന്താണ് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? ഒരു സ്ക്വയറിന്റെ ഏരിയ നമ്മൾ എങ്ങനെയാ കണ്ടുപിടിക്കുക? ഒരു റെക്ടാങ്കിൾ, ഒരു ചതുരത്തിന്റെ ഏരിയ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് അറിയാം അല്ലെ? എങ്ങനെയാ നമ്മൾ കണ്ടുപിടിക്കുക? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ചെയ്യും അല്ലെ? നീളം ഇൻറ്റു വീതി ചെയ്യും ആണല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ സ്ക്വയറിന്റെ ഏരിയ അഥവാ പരപ്പളവ് എങ്ങനെയാണ് കണ്ടുപിടിക്കാം? സാർ ഒരാളെ വിളിച്ചു. എൽറോയ് എവിടെ? എടാ പറയാനല്ലടാ ഞാൻ പറഞ്ഞത്, ഏരിയ പറയടാ. അത് ആരാടത്? ആരൊക്കെയോ മാത്സ് പഠിക്കാനായിട്ട് കൂടെ ഉണ്ടല്ലോ. പോയി കളഞ്ഞു, ഓടിക്കളഞ്ഞു. ഓക്കെ, എടാ നമ്മള് ചതുരത്തിന്റെ, റെക്ടാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ചെയ്താൽ മതി. സെറ്റ് ആണ്. ഇവിടെ സൈഡ് ഇൻറ്റു സൈഡ്. എന്താണ്, എന്തെങ്കിലും മാറ്റം ഉണ്ടോ അതില്? ഇല്ല, ഒരു മാറ്റില്ല. ഓക്കേടാ. ഓക്കെ, അപ്പൊ ഏരിയ അഥവാ പരപ്പളവ് ഒരു സ്ക്വയറിന്റെ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യുന്ന മക്കളെ? സൈഡ് ഇൻറ്റു സൈഡ് ചെയ്യും അല്ലെ? വശം ഇൻറ്റു വശം ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത് മക്കളെ? ഒരു സ്ക്വയറിന്റെ പരപ്പളവ് നമുക്ക് കിട്ടുന്നത് ആണല്ലോ. അപ്പൊ ഇവിടെ എന്താ സൈഡ് എന്ന് പറയുന്നത് എത്ര വീതമാണ്? 3 മീറ്റർ വീതമാണ് നമുക്ക് തന്നിരിക്കുന്ന സൈഡുള്ളത് അല്ലെ? 3 ഇൻറ്റു 3 = 9 മീറ്റർ സ്ക്വയർ എന്ന് നമുക്ക് എന്ത് കിട്ടി? ഏരിയ കിട്ടി. സിമ്പിൾ അല്ലെ? സിമ്പിൾ ആയിട്ടുള്ള പരിപാടി അല്ലെ? നിങ്ങളിപ്പോ വിചാരിക്കും, അയ്യോ മിസ് ഇത്രയേ ഉള്ളൂ, ഞങ്ങൾ ഇതൊക്കെ നേരത്തെ പഠിച്ചതാണല്ലോ, ഇതാണോ മിസ് ഇത്ര വലിയ കാര്യത്തിന് പഠിപ്പിക്കാൻ വന്നതെന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ ഇതല്ല, ഇതിന്ന് വരണുണ്ട്, കാര്യത്തിലേക്ക് കടക്കുന്നുണ്ട്. അതിന് മുന്നേ നോക്കിക്കോടാ. ഇപ്പൊ ഇതിന്റെ ഏരിയ നമ്മൾ കണ്ടുപിടിച്ചു അല്ലെ? സ്ക്വയറിന്റെ ഏരിയ നമ്മൾ കണ്ടുപിടിച്ചു, നമുക്ക് 9 നമുക്ക് കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണ് നോക്കി? What if the length of sides is 1.5 meters? എന്താ പറഞ്ഞിരിക്കുന്നത്? ഇനി
സ്ക്വയറിന്റെ സൈഡ് ഇപ്പൊ നമ്മൾ 3 ആയിട്ടല്ലേ എടുത്തത്. ഇനി ഇവിടെ പറയുന്നതാണ് സ്ക്വയറിന്റെ സൈഡ് 1.5 മീറ്റർ ആയാലോ, 1.5 മീറ്റർ ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക നോക്കാം നമുക്ക്. സ്ക്വയറിന്റെ ഒരു സമചതുരത്തിന്റെ സൈഡ്സ് 1.5 മീറ്റർ ആണ് എങ്കിൽ 1.5 മീറ്റർ ആണ് എങ്കിൽ നമ്മുടെ ഏരിയ എന്ത് വരും? ഇതാണ് നമുക്ക് വേണ്ട കേട്ടോ. ഏരിയ അഥവാ പരപ്പളവ് എന്തായിരിക്കും വരിക? സാർ ഒരാളെ വിളിച്ചോ. ആ ലക്ഷ്മിക്കുട്ടി ഹായ്. ആ പവറായി. ആ പിന്നെ പറയടാ. അതായത് ഇപ്പം 1.5 നമ്മള് ഫ്രാക്ഷൻ ഫോമിലേക്ക് ആക്കാം. 3/2 ആ ആ ഓക്കെ. നമ്മള് ചെയ്തപോലെ തന്നെ ആ ഇപ്പൊ എനിക്കൊന്നും പറയാനില്ലല്ലോ. ദൈവമേ, ശേ ഞാൻ വലിയ കാര്യത്തിന് ലക്ഷ്മിക്കുട്ടി തെറ്റിക്കും, അപ്പൊ എനിക്ക് വലിയ കാര്യത്തിന് വലുതായിട്ടൊക്കെ പറയാലോ എന്നൊക്കെ വിചാരിച്ചിരുന്നപ്പോ എക്സ്പ്ലനേഷൻ വരെ ചെയ്തു കൊടുത്തു അല്ലേ. ഓഫ്, പിള്ളേരുടെയൊക്കെ ഒരു പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഓക്കെ എടാ മക്കളെ, ഇപ്പൊ ലക്ഷ്മി പറഞ്ഞ പോലെ തന്നെ നമ്മൾ എന്താ ചെയ്യാ, നമുക്കറിയാം എന്താ ഇവിടെ ചെയ്യേണ്ടത്? പരപ്പളവ് ഏരിയ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും മക്കളെ? സൈഡ് ഇൻറ്റു സൈഡ് ചെയ്യും അല്ലെ. ഇപ്പൊ സൈഡ് എന്ന് പറയുന്നത് ഇവിടെ എന്താ? 1.5 ആണ്. ഓക്കെ, 1.5 ഇൻറ്റു 1.5 നമ്മൾ ചെയ്യും. അപ്പൊ ഇവിടെ 1.5 എന്ന് നോക്കുമ്പോൾ ഇതെന്താടാ? മിക്സഡ് ഫ്രാക്ഷൻ അഥവാ മിശ്രഭിന്നമാണ്. ഇതിന് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം മക്കളെ? ഈ മിക്സഡ് ഫ്രാക്ഷനെ എന്താക്കി മാറ്റണം? ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി മാറ്റണം. മിശ്രഭിന്നത്തിനെ നമ്മൾ എന്താക്കണം? വിഷമ ഭിന്നമാക്കി കൺവേർട്ട് ചെയ്യണം. ഇപ്പൊ എങ്ങനെയാണ് നമ്മൾ കൺവേർട്ട് ചെയ്യാം? ലക്ഷ്മി പറഞ്ഞു 3/2 ആണ് ആൻസർ എന്നൊക്കെ പറഞ്ഞു. അത് എങ്ങനെയാണ് വന്നത്? നമ്മൾ എന്താ ചെയ്യണം മക്കളെ? ഇവിടെ 1/2നെ നമുക്ക് എന്താക്കണം? ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് മാറ്റണം. അപ്പൊ അത് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം നോക്കുക. 2 ഡിനോമിനേറ്ററിനെ സെയിം ആക്കി വെക്കുക. ഇവിടെ 2 ആണ് ഡിനോമിനേറ്റർ, അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ഡിനോമിനേറ്ററിനെ സെയിം ആക്കി വെക്കുക. ഇനി ന്യൂമറേറ്ററിൽ നമ്മൾ എന്ത് എഴുതണം? അതാണ് ഇവിടെ പറയാൻ പോകുന്നത്. നോക്കിക്കോ, നമ്മൾ എന്താ ചെയ്യുന്നത്? 2നെ ഈ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, ഗുണിക്കും. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ 1 അതിന്റെ കൂടെ കൂട്ടുക. എന്താ ചെയ്യണേ? 2 into 1 ചെയ്യും, എന്നിട്ട് 1 ആഡ് ചെയ്യും. അപ്പൊ എന്ത് കിട്ടും? 2 into 1 എന്ന് പറയുന്നത് 2 ആണ്, പ്ലസ് ഒരു 1 കൂടി നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് 3/2 എന്ന ആൻസർ കിട്ടി. അപ്പൊ എന്തായി? 1/2 into 1/2 എന്ന് പറയുന്നത് 3/2 into 3/2 ആയി. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഫ്രാക്ഷൻ ആയി അല്ലെ. നമ്മുടെ സിമ്പിൾ ഫ്രാക്ഷൻ അഥവാ നമ്മുടെ ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് ഇത് മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതിയടാ? മൾട്ടിപ്ലൈ ചെയ്യാം. ന്യൂമറേറ്ററിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. 3 into 3 എന്ത് വരും? 9 വരും. 2 into 2 എന്ത് വരും? 4 വരും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 9/4 എന്ന് നമുക്ക് കിട്ടി. ഇതിന് നേരെ തിരിച്ച് എന്ത് ചെയ്യാം? നമുക്ക് തന്നിരുന്നത്, ക്വസ്റ്റ്യനിൽ തന്നിരുന്നത് മിക്സ്ഡ് ഫ്രാക്ഷൻ അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആൻസർ കിട്ടുന്നതിനെയും മിക്സ്ഡ് ഫ്രാക്ഷനിലേക്ക് ഒന്ന് മാറ്റിയേക്കാം. പ്രശ്നമുള്ള കാര്യമൊന്നല്ലല്ലോ. സാർ ഒരാളെ വിളിച്ചു. ആരാണ്? എനിക്ക് അഭിനവ് ആണോ അത്? അഭിനവ് എവിടെ? അഭിനവ് ഹലോ. എടാ അൺമ്യൂട്ട് ചെയ്തിട്ട് ഹലോ പറ. എടാ അൺമ്യൂട്ട് ചെയ്യടാ. അൺമ്യൂട്ട് ആവുന്നില്ലേ? കുറച്ച് കഴിയുമ്പോൾ ഞാൻ വിളിക്കോട്ടാ, കേട്ടാ? ഓക്കെ. അടുത്ത ആൾ വിളിച്ചു. കാതൽ എവിടെ? കാതൽ 2/1/4 ആണോ? അതെങ്ങനെ ശരിയാവും? ഡെസിമൽ ആയിട്ടാണോ ചെയ്തേ? അതൊന്നും എനിക്കറിയണ്ട. നീ ഇതിനെ മിക്സ്ഡ് ഫ്രാക്ഷനിലേക്ക് മാറ്റി തന്നിട്ട് പോയാൽ മതി. അത് തന്നെ മിക്സ്ഡ് ഫ്രാക്ഷനിലേക്ക് ആക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ട മക്കളെ? ഇത്രയേ ഉള്ളൂ. 9നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്ത് വേഗം പറഞ്ഞു. അത് തന്നെടാ. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ മക്കളെ, അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് മിക്സ്ഡ് ഫ്രാക്ഷനിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ഇവിടെ ഡിവൈഡ് ചെയ്യാം. 9നെ 4 കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്യുന്നു. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അതെ, ഇവിടെ നമുക്ക് ഹരണഫലമായിട്ട് 2 കിട്ടി. ശിഷ്ടം അഥവാ റിമൈൻഡർ ആയിട്ട് എന്ത് കിട്ടിയിടാ? നമ്മുടെ 1 കിട്ടി. ഇനി ഇതിനെ നമ്മൾ എങ്ങനെയാ മിക്സ്ഡ് ഫ്രാക്ഷൻ ആയിട്ട് എഴുതുന്നത്? ആദ്യം നമുക്ക് കിട്ടിയിരിക്കുന്ന ഹരണഫലത്തിനെ മുകളിൽ വരുന്ന ആളെ ഇവിടെ ഇടുക. ഒരു പ്രശ്നമില്ലല്ലോ. ഇനി അടുത്ത നമ്മൾ ചെയ്യേണ്ടത് റിമൈൻഡറിൽ വരുന്ന ഈ 1നെ നമ്മൾ ഇവിടെ കൊടുക്കുക, മുകളിൽ കൊടുക്കുക. സൈഡിൽ വരുന്ന 4നെ ഇതേ താഴെ കൊടുക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 2/1/4 എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഇത്രയും മീറ്റർ സ്ക്വയർ ആണ് നമ്മുടെ ഈ ഒരു സ്ക്വയറിന്റെ
ഏരിയ. കിട്ടിയല്ലോടെ മക്കളെ, സിമ്പിൾ അല്ലേ? ഏരിയ കണ്ടുപിടിച്ചാൽ മനസ്സിലായി എങ്കിൽ ഒരു ടാറ്റ് തന്നേ, മനസ്സിലായി എങ്കിൽ ഒരു ടാറ്റ് തന്നേ. ഓക്കെ, വളരെ എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും അല്ലെ. ഇനി അടുത്തൊരു കാര്യം ഇവിടെ പറഞ്ഞിരിക്കുന്നു, നോക്കിയിടാ. അങ്ങനെയാണെങ്കിൽ വശങ്ങളുടെ നീളം 1.2 മീറ്റർ ആയാലോ? എങ്ങനെ വരും? 1.2 മീറ്റർ ആണെങ്കിൽ ഇപ്പൊ ഒരു സ്ക്വയർ ഉണ്ട്, ആ സ്ക്വയറിന്റെ സൈഡ്സ് എന്ന് പറയുന്നത് 1.2 മീറ്റേഴ്സ് ആണ് കേട്ടോ. 1.2 മീറ്റർ ആണ്. ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ ഏരിയ എന്ത് വരും? നമ്മളിപ്പോ ചെയ്ത പോലെ ഏരിയ ഇസ് ഈക്വൽ ടു എന്താ ചെയ്യണ്ടേ? 1.2 ഇൻറ്റു 1.2 ചെയ്യണം. ഇപ്പൊ ഇവിടെ എന്താ? ഡെസിമൽ നമ്പർ ആണ് വന്നിരിക്കുന്നത് അല്ലെ. ഇപ്പൊ ഡെസിമൽ നമ്പർ ഒരു ദശാംശ രൂപത്തിൽ വരുമ്പോ നമുക്ക് എന്ത് വേണം? എന്ത് ചെയ്യണോടാ? ഇതിനെ നമ്മൾ ഫ്രാക്ഷൻ ആക്കി മാറ്റണം. ഇപ്പൊ എങ്ങനെ ഫ്രാക്ഷൻ ആക്കി മാറ്റും? സാർ ഒരാളെ വിളിച്ചോ. സന, ഗുഡ് ഈവനിങ്. സന, ഇത് എങ്ങനെയാടാ നമ്മൾ ചെയ്യാ? ഫ്രാക്ഷൻ ആക്കി എങ്ങനെ മാറ്റും? പോയിന്റ് എങ്ങനെ മാറ്റും? അതാണ് എനിക്കറിയണ്ടേ. എടാ, ഇതിന് നമുക്ക് ഫ്രാക്ഷൻ ആക്കി മാറ്റിക്കൂടെ? നമ്മൾ എളുപ്പത്തിന് ചെയ്യുന്ന എങ്ങനെയാ? പോയിന്റിനെ മാറ്റാനായിട്ട് നമ്മൾ എന്താ ചെയ്യാ? ഇതിന് നമ്മൾ എന്ത് ചെയ്യും? 12/10 എന്ന് നമ്മൾ എഴുതില്ലേ? ഇല്ലേ? നോക്കി, ഇവിടെ 1 കഴിഞ്ഞിട്ട് പോയിന്റിന് ശേഷം ഒരൊറ്റ വാല്യൂ അല്ലേ വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 10 കൊണ്ട് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക അല്ലെ. ഒരു 0 വരുന്ന ആളെ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുക. നമ്മൾ പഠിച്ചിട്ടില്ലേ അത്? പഠിച്ചിട്ടില്ലേ? ഡെസിമൽ ഫോമിനെ നമ്മൾ ഫ്രാക്ഷൻ ആക്കാൻ വേണ്ടി നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഓക്കെ. അപ്പൊ ഇവിടെ 1.2 ആക്കാൻ വേണ്ടി ഇവിടെ നോക്കി 12/10 എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഒരു സ്ഥാനം മാറ്റി 0 ഇടാം അല്ലെ. താഴെ ഒരു 0 ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ഒരു സ്ഥാനം മാറ്റി നമ്മൾ എന്ത് ചെയ്യും? പോയിന്റ് ഇടും. അപ്പൊ നമുക്ക് 1.2 തന്നെ കിട്ടും അല്ലെ. 1.2നെ 12/10 എന്ന് എഴുതാം. അപ്പൊ 12/10/12/10 നമുക്ക് കിട്ടും അല്ലെ. ഇല്ലേ? എന്നിട്ട് അപ്പൊ ഏരിയ എന്ത് വരും? ഇടക്കിടക്ക് കറണ്ടൊക്കെ പോകണ്ടല്ലോ അവിടെ. ആരോ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടല്ലേ എന്റെ ഇടയില്. ആരത്? കസിനാണ്. കസിനെ കൊച്ചായിട്ടിരുന്ന് സമാധാനപരമായി പഠിക്കാൻ സമ്മതിക്കൂലല്ലേ? കസിൻ പേടിച്ച്. ഓക്കെ, പറയടാ, എന്ത് ചെയ്യൂ ഇതിനായി? എങ്ങനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം? അത് ശരി, ഒരു മിനിറ്റ്. എല്ലാവരും 1 മിനിറ്റ് പറയുമല്ലോ. എന്തത് 1 മിനിറ്റിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? എടാ, എന്താ ചെയ്യേണ്ടത്? നമ്മള് 12 × 12 ചെയ്യും ഞാൻ ഇല്ലേ. അപ്പൊ എന്ത് വരും? 144 കിട്ടും. 10 × 10 ചെയ്യും. ഇപ്പൊ എന്ത് വരും? 100 വരും അല്ലേ. ഇനി ഇതിനെങ്ങനെ എഴുതാന്ന് എനിക്ക് നേരെ തിരിച്ച് ഡെസിമൽ ഫോമിലേക്ക് ആക്കുമ്പോ 1.44 മീറ്റർ സ്ക്വയർ നമുക്ക് കിട്ടും അല്ലെ. അതെന്തുകൊണ്ടാണ്? താഴെ നമുക്ക് 100 ആണ് വന്നിരിക്കുന്നത്. 2 zeros ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ റൈറ്റിൽ നിന്ന് 2 സ്ഥാനം മാറ്റി പോയിന്റ് ഇടണം. അപ്പൊ എന്ത് വരും? 1 2 അല്ലെ. ഇവിടെ വരും നമ്മുടെ പോയിന്റ് എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ ആണല്ലോടാ? ഓക്കെ ആണല്ലോ മക്കളെ? ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ ഒരു ടാറ്റ് തന്നേടാ. ഓക്കെ ആണെങ്കിൽ ടാറ്റ് തന്നേ. ഓക്കെ. അപ്പൊ നമ്മളിവിടെ പഠിച്ചത് എന്താണ്? 3 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. 3 കാര്യങ്ങളാണ് ചെയ്തത്. എന്തൊക്കെയാടാ? ഒരു സ്ക്വയർ തന്നിട്ടുണ്ടായി, അതിന്റെ ഏരിയ നമ്മൾ കണ്ടുപിടിക്കാൻ പഠിച്ചു. ഫ്രാക്ഷൻ ആവുന്ന കേസിൽ നമ്മൾ പഠിച്ചു അല്ലെ. പഠിച്ചു. ഓക്കെ. ഇനി ദശാംശം വരുന്ന രീതിയിൽ അത് നമ്മൾ പഠിച്ചു അല്ലെ. ഒരു എണ്ണൽ സംഖ്യ വരുന്ന രീതിയിൽ നമ്മൾ പഠിച്ചു. ഇനി ഇതിൽ നിന്നൊക്കെ നമുക്ക് എന്താ പഠിക്കാനുള്ളത്? ഇത്രേ ഉള്ളൂ. നോക്കിക്കോ. ഫസ്റ്റ് നമ്മൾ ചെയ്ത കാര്യം മിസ് ഇവിടെ എടുക്കാണേ. ഫസ്റ്റ് നമ്മൾ ചെയ്തതിൽ എന്താണ് ഇവിടെ സംഭവിച്ചത് നോക്കിയേ. ഇതിന്റെ ഏരിയ, ഈ ഒരു സ്ക്വയറിന്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്ത മക്കളെ? 3 × 3 ചെയ്തു അല്ലെ. 3 × 3 ചെയ്തു ആണല്ലോ അല്ലെ. ഈ സൈഡ്സിനെ നമ്മൾ എന്ത് ചെയ്തു? മൾട്ടിപ്ലൈ ചെയ്തു. രണ്ടാമത്തെ കേസിൽ നോക്കുമ്പോൾ അതേ നോക്കി നമ്മൾ എന്താ ചെയ്തത്? ഏരിയ കണ്ടുപിടിക്കാൻ 1.5 × 1.5 ചെയ്തു ആണല്ലോ. മൂന്നാമത്തെ കേസിൽ നമ്മൾ എന്താ ചെയ്തേ? 1.2 × 1.2 ചെയ്തു അല്ലേടാ. ഇങ്ങനെയല്ലേ നമ്മൾ ചെയ്തു. അതായത് വശങ്ങള് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ജനറൽ ആയിട്ട് ഞാനൊരു കാര്യം പറയട്ടെ. ജനറൽ ആയിട്ട് ഞാനൊരു സ്ക്വയർ എടുക്കാണ്. ഇതിന് സൈഡ് എ ആണെന്ന് വിചാരിക്കുക. സൈഡ് എന്താണ്? എ ആണ്. എ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും? 3 വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 3 × 3 എന്ന് എഴുതി അല്ലെ. 1.5 വന്നപ്പോൾ 1.5 × 1.5 എന്ന് എഴുതി. അപ്പൊ എ വരുമ്പോ എന്തായിരിക്കും? ഇതിന്റെ ഏരിയ നമ്മൾ കണ്ടുപിടിക്കുക. എങ്ങനെയായിരിക്കും? സാർ ഒരാൾ വിളിച്ചോ. ദേവനാരായണൻ. ഹലോ.
എടാ എന്തായിരിക്കും ഇവിടെ ഇതിന്റെ ഏരിയ? ആ a ഇൻറ്റു എ ചെയ്താൽ മതി അല്ലേ? അല്ലേ? ആ ഈ a ഇൻറ്റു എനെ നമ്മളൊരു പ്രത്യേക രീതിയിൽ എഴുതുവാടെ മക്കളെ. അതാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ. അത് തന്നെ എ സ്ക്വയർ. ഛേ കളഞ്ഞു. ഞാൻ സർപ്രൈസ് ഇട്ട് പറയാമെന്ന് വിചാരിച്ചു. ഇപ്പൊ ട്വിസ്റ്റ് ഇട്ട് പറയാമെന്ന് വിചാരിച്ചപ്പോഴേക്കും അവൻ കളഞ്ഞു. ഛേ നശിപ്പിച്ചേ. കളവില്ല പോട്ടെ, ഞാൻ ക്ഷമിച്ചേക്കണടാ. നീ ആൻസർ കറക്റ്റ് ആയിട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ ക്ഷമിച്ചേക്കണത്. ഓക്കെ, അപ്പൊ മക്കളെ ഇതിന് നമ്മൾ a ഇൻറ്റു എ, അതായത് ഒരു സെയിം സാധനത്തിനെ ആ സാധനം കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുന്നതിനെ നമ്മൾ എഴുതുന്ന രീതിയാണ് മക്കളെ എയുടെ സ്ക്വയർ. എന്ത് ചെയ്യും? എയുടെ തലയുടെ പൊക്കത്ത് എന്ത് എഴുതും? 2 എന്ന് എഴുതും. കാരണം എന്തുകൊണ്ടാണ്? എനെ 2 പ്രാവശ്യമല്ലേ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തത്. അതുകൊണ്ട് നമ്മൾ ഇതിനെ എന്ത് എഴുതൂടാ? എയുടെ മുകളിൽ ഒരു 2 ഇട്ട് കൊടുക്കും. അതിനെ വായിക്കുന്നതാണ് a സ്ക്വയേർഡ്. ഓക്കെ ആണോ? എയുടെ വർഗം എന്ന് നമ്മൾ പറയും. ഓക്കെ ആണല്ലോ? റെഡി ആണല്ലോ? ഓക്കെ, സെറ്റ് ആണല്ലോടാ? ഓക്കെ. അപ്പോ ഈ എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? എനെ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്തതിൽ 3 ഇൻറ്റു 3 ചെയ്തല്ലേ? അപ്പൊ 3 ഇൻറ്റു 3 എന്തായിരിക്കും? 3 ഇൻറ്റു 3 എന്തായിരിക്കും? 3യുടെ മുകളിൽ എന്തെടുക്കുക? ഒരു 2 ഇട്ട് കൊടുക്കുക അല്ലെ? 2 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ 3യുടെ മുകളിൽ നമ്മൾ 2 ഇട്ട് കൊടുത്തു. അപ്പൊ നമുക്ക് കിട്ടി 3 സ്ക്വയർ അഥവാ 3ന്റെ വർഗം കിട്ടി. അപ്പൊ ഏതൊരു സാധനത്തിനെയും ആ സെയിം സാധനം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? അതിന്റെ സ്ക്വയർ അഥവാ വർഗം കിട്ടും. ഇപ്പൊ നോക്കിക്കോ, ദേ ശില്പ ഇൻറ്റു ശില്പ. ശില്പ ഇൻറ്റു ശില്പ മിസ് ചെയ്യാണേ. അപ്പൊ എന്ത് കിട്ടൂടാ? ശില്പയുടെ സ്ക്വയർ കിട്ടും. അതന്നെ ശില്പ സ്ക്വയർ. കണ്ടോ? ഇത്രേ ഉള്ളൂ സാധനം. കുഴിമന്തി ഇൻറ്റു കുഴിമന്തി എന്ത് കിട്ടും? കുഴിമന്തിയുടെ സ്ക്വയർ. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് പെട്ടെന്ന് ക്ലിക്ക് ആവും അല്ലെ? വിശന്നിട്ട് പാടില്ല അതൊക്കെ അല്ലെ? അത്രേ ഉള്ളൂടാ, അത്രേ ഉള്ളൂ. സെറ്റ് ആണോ? സ്ക്വയർ അഥവാ വർഗം എന്ന് പറയുന്നത് ക്ലിയർ ആണോ? അത്രേ ഉള്ളൂ. ഒരു നമ്പറിനെ ആ സെയിം നമ്പർ കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? ആ നമ്പറിന്റെ സ്ക്വയർ ആണ്, വർഗമാണ്. ഓക്കെ ആണല്ലോ? ആ കാര്യമാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. The second power of a number is called the square of that number. അതായത് ഇവിടെ നോക്കി, പവർ എന്ന് പറയുന്നത് എന്തിനാണ്? പവർ എന്ന് പറയുന്നത് എന്താ? ആ നമ്പറിന്റെ മുകളിൽ എഴുതുന്ന ആളെയാണ് നമ്മൾ പവർ എന്ന് വിളിക്കുന്നത് അല്ലെ? അപ്പൊ ഇവിടെ നോക്കുക, ഇവിടുത്തെ പവർ എന്ന് പറയുന്നത് എന്താ? 2 ആണ് അല്ലെ? ഒരു നമ്പറിന്റെ പവർ 2 ആവുമ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? സ്ക്വയർ. നമ്മൾ പറഞ്ഞ കാര്യം തന്നെ. ഓക്കെ ആണല്ലോ? എടാ സ്ക്വയർ മനസ്സിലായെങ്കിൽ വേഗം ഒരു ടാറ്റ തന്നേ. സെറ്റ് ആണല്ലോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ച കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങളിവിടെ പറഞ്ഞ കാര്യം തന്നെയാണ്. 3 ഇൻറ്റു 3 വരുമ്പോൾ എന്തുവരിക്കും? 3 സ്ക്വയർ. 1.5 ഇൻറ്റു 1.5 നമ്മൾ ചെയ്തായിരുന്നു. അതെന്താ? 1.5ന്റെ സ്ക്വയർ. ഇനി 1.2 ഇൻറ്റു 1.2 എന്ന് പറയുന്നത് എന്തായിരിക്കും? അപ്പോൾ 1.2ന്റെ സ്ക്വയർ അല്ലേ? ഒരു നമ്പറിനെ സെയിം ആ നമ്പർ കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അതിന്റെ സ്ക്വയർ അഥവാ വർഗം കിട്ടും. ഓക്കെ, ആ കാര്യം ഇവിടെ പറഞ്ഞതേ ഉള്ളൂ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നതാടാ. To draw a square of area 25 centimeter square, what should be the length of the side? അതായത് ഇത്രയേ ഉള്ളൂ. നമുക്ക് ഒരു സ്ക്വയർ ഉണ്ടടാ, ഒരു സ്ക്വയർ ഉണ്ട്. ആ സ്ക്വയറിന്റെ ഏരിയ അഥവാ പരപ്പളവ് നമുക്ക് എന്ത് തന്നിട്ടുണ്ടടാ? ഏരിയ എന്ന് പറയുന്നത് 25 സെന്റിമീറ്റർ സ്ക്വയർ ആണ്, അല്ലെങ്കിൽ സ്ക്വയർ സെന്റിമീറ്റർ ആണ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഏരിയ അഥവാ പരപ്പളവ് നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണ് എങ്കിൽ ഈ സ്ക്വയറിന്റെ സൈഡ്സ് എത്രയായിരിക്കും? അല്ലെങ്കിൽ ഈ സ്ക്വയറിന്റെ സൈഡ് എത്രയായിരിക്കും? ഇതാണ് ക്വസ്റ്റ്യൻ. എങ്ങനെയാണ് നമ്മൾ ഏരിയ കണ്ടുപിടിക്കുന്നത്? ഒരു സ്ക്വയറിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ നമ്മൾ എന്താണ് ചെയ്തത്? ഏരിയ നമ്മൾ തൊട്ട് മുന്നേ നമ്മൾ ചെയ്തപ്പോൾ എന്താ ചെയ്തേ? വശം ഇൻറ്റു വശം അല്ലെ? സൈഡ് ഇൻറ്റു സൈഡ് ആണ് നമ്മൾ ചെയ്തത് അല്ലെ? അപ്പൊ ഇവിടുത്തെ 2 നമ്പേഴ്സ് ഉണ്ട്. എ ആണെങ്കിൽ എ ഇൻറ്റു എ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരണോടാ? 25 വരണം അല്ലെ? ഇതല്ലേ നമ്മുടെ സ്ക്വയറിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അല്ലെ? എ ഇൻറ്റു എ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരണം? 25 വരണം. ഏത് 2 നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ ഏതൊരു നമ്പറിന്റെ 2 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 25 കിട്ടുന്നത്? ഒന്ന് കൈ കൊണ്ട് കാണിച്ച എല്ലാവരും. 25 കിട്ടണമെങ്കിൽ എ എന്തായിരിക്കണം? വരുന്നുണ്ട്. ലക്ഷ്മിക്കുട്ടി. ലക്ഷ്മി എവിടെ? ആൻസർ എന്തി? കയ്യിൽ കാണിക്കൂ. എന്തായിരിക്കും? 25 കിട്ടണമെങ്കിൽ ഏത് നമ്പറിനെ ആ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 25 കിട്ടുക? പെട്ടെന്ന് ഇങ്ങനെ കാണിച്ചിട്ട് ഇങ്ങനെ മാറ്റുന്നുണ്ട്. ശരിയാണോ തെറ്റാണോ എന്ന് അറിയില്ല ചെയ്യുന്നത് അല്ലെ? ഇതിങ്ങനെയൊക്കെ എന്തേലൊക്കെ ആവട്ടെ എന്ന്. ഓക്കെ, എടാ നമുക്കറിയാം 5 ഇൻറ്റു 5 ചെയ്യുമ്പോഴല്ലേ 25 കിട്ടുന്നത് ആണല്ലോ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഈ സ്ക്വയറിന്റെ ഒരു സൈഡ് എത്ര വീതമായിരിക്കണം മക്കളെ? 5 ആയിരിക്കണം. ഈ സൈഡ് 5, ഈ സൈഡ് 5.
ഓക്കെ ആണല്ലോ. ഈ 5 into 5 നമ്മൾ എന്ത് എഴുതൂടാ? 5 into 5 എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ എങ്ങനെ എഴുതാം? എങ്ങനെ എഴുതാം? സാർ ഒരാളെ വിളിച്ചേ. ഭൂമി. ഹലോ. എടാ 5 into 5 എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റൂന്നാണ് നമ്മൾ ഇത്രയും നേരം ഇങ്ങനെ പഠിച്ചുകൊണ്ട് വന്നേ. 5 into 5 അത് പോരട്ടെ. 5 into 5 എങ്ങനെ എഴുതാടാ? 5 2 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോ 20 എടാ 5 into 5 5 into 5 25 ആണെന്ന് എനിക്കറിയാം. ഈ 5 into 5 നമുക്ക് എങ്ങനെ എഴുതാം എന്നാണ് ഞാൻ ചോദിച്ചത്. നമ്മളിപ്പോ പഠിച്ചില്ലേ 3 into 3 ഞാൻ എങ്ങനെ എഴുതി? 3 സ്ക്വയർ എന്ന് എഴുതിയില്ലേ? ഇല്ലേ? അതുപോലെ 5 into 5 എങ്ങനെ എഴുതാം? ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ല ട്ടാ. ബുക്ക് ഉണ്ടോ നിന്റെ കയ്യില്? എടാ മോനെ, നമുക്ക് ചാപ്റ്റർ ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം. ചാപ്റ്റർ ഒന്ന് പഠിച്ച് സെറ്റാക്കി എടുക്കണം. പഠിക്കണമെങ്കിൽ ബുക്കിൽ എഴുതണ്ടേ? ശ്രദ്ധിക്കണ്ടേ ക്ലാസ്സിൽ? അപ്പൊ ഇനി ഞാൻ ഇത് കഴിയുമ്പോ ഇപ്പൊ തന്നെ വിളിക്കൂട്ടാ. ചോദിക്കുന്ന ആൻസറിന് കറക്റ്റായിട്ട് ആൻസർ പറഞ്ഞോളണം കേട്ടാ. ഓക്കെ. അപ്പൊ നമുക്ക് 5 into 5 നമുക്ക് എങ്ങനെ എഴുതാം മക്കളെ? 5 സ്ക്വയർ എന്ന് എഴുതാം ആണല്ലോ. അപ്പൊ 5 സ്ക്വയർ ആണ് നമുക്ക് എന്ത് കിട്ടുന്ന മക്കളെ? 25 എന്ന് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിനെ നേരെ തിരിച്ച് നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റും. അതായത് ഇത്രേ ഉള്ളൂടാ. ഇവിടെ എന്താ വന്നിരിക്കുന്നത്? സ്ക്വയർ അല്ലേ? ഈ സ്ക്വയറിനെ ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോവാണേ. സ്ക്വയറിനെ ഞാൻ എന്ത് ചെയ്യുന്നു? ഈക്വൽ ടു ഇപ്പുറത്തേക്ക് ഞാൻ കൊണ്ടുപോവാണ്. ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എന്ത് സംഭവിക്കും? സ്ക്വയർ എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ആയിട്ട് മാറും. വർഗം എന്ന് പറയുന്നത് വർഗമൂലമായിട്ട് മാറും. അതായത് ഇത്രേ ഉള്ളൂടാ. 5 ഈ സ്ക്വയറിനെ ഞാൻ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഇവിടെ 5 മാത്രം നിൽക്കും. ഇപ്പുറത്തേക്ക് പോകുമ്പോൾ അത് എന്ത് സംഭവിക്കും? സ്ക്വയർ റൂട്ട് ആയിട്ട് മാറും. ദാറ്റ് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് 25. കിട്ടിയാ? ഇത്രേ ഉള്ളൂടാ. 5 സ്ക്വയർ ആണ് 25. ഇതിനെ തന്നെ നേരെ തിരിച്ച് എനിക്ക് എങ്ങനെ പറയാം? 5 എന്ന് പറയുന്നതിനെ സ്ക്വയർ റൂട്ട് ഓഫ് 25 എന്ന് എഴുതാം. പിടികിട്ടിയ മക്കളെ? അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ 4 സ്ക്വയർ എന്താ? 4 സ്ക്വയർ എന്താ? സാർ ഒരാൾ വിളിച്ചോ. അമ്മയാ. അമ്മയ അത്ഭുതപ്പെട്ടേക്കുന്നു. അമ്മയ 4 സ്ക്വയർ എന്താടാ? 4 into 4 എന്താ? മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഒക്കെ പോന്നിട്ട് ചിരിച്ചൊക്കെ കാണിക്കുന്നു. അയ്യോ. 4 into 4 16. 4 into 4 16 ആണല്ലോ. അപ്പൊ ഇതിന് നേരെ തിരിച്ച് എനിക്ക് എങ്ങനെ എഴുതാം? ഇപ്പൊ ഇവിടെ നോക്കിയേ, നമ്മള് 5 സ്ക്വയർ എന്ന് പറയുന്നത് 25 ആണ് എങ്കിൽ 5 ഞാൻ എങ്ങനെ എഴുതി? അതായത് ഈ സ്ക്വയറിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോയി. അപ്പൊ അത് സ്ക്വയർ റൂട്ട് ആയിട്ട് മാറി ഇല്ലേ? അപ്പൊ അതുപോലെ 4 സ്ക്വയർ 16 ആണെങ്കിൽ ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം? എങ്ങനെ എഴുതാം? 4 സ്ക്വയർ റൂട്ട് ഓഫ് 16 എന്ന് എഴുതാം. ഇത് പറയാനാണോ മടി? ഞാനൊന്നും ചെയ്യൂല. തെറ്റിയാലും പ്രശ്നമൊന്നുമില്ല. നമുക്ക് ആൻസർ കിട്ടിയാൽ മതി. നമ്മൾ തെറ്റുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? വീണ്ടും പഠിക്കാൻ വേണ്ടിയിട്ടല്ലേ? അല്ലേ? അപ്പൊ പേടിക്കൊന്നും വേണ്ട. അപ്പൊ നമുക്ക് എന്ത് കിട്ടൂടാ? 4 സ്ക്വയർ 16 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? 4 എന്ന് പറയുന്നത് എന്തായിരിക്കും? സ്ക്വയർ റൂട്ട് ഓഫ് 16 ആയിരിക്കും. സിമ്പിൾ ആയിട്ടുള്ള കാര്യം. അങ്ങനെയാണെങ്കിൽ സാർ അടുത്ത ആൾ വിളിച്ചേ. ശ്രീരാഘവ് എന്താണിത്? ക്ലാസ് തുടങ്ങിയപ്പോ തന്നെ ഉറങ്ങിയ നീ? എടാ വേഗം പോയിട്ട് ഫേസ് വാഷ് ചെയ്തിട്ട് വന്നേ. എണീറ്റിരുന്ന് പഠിക്കണം. വിളിച്ചപ്പോ വേഗം ഫേസ് വാഷ് ചെയ്തിട്ട് വന്നേ. ബെർണാഡ്. എവിടെ ബെർണാഡ്? എന്തി? ബെർണാഡേ. ഹലോ. എടാ 3 സ്ക്വയർ എന്താടാ?
ആ 3 സ്ക്വയർ 9. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ സ്ക്വയർ റൂട്ട് ആയിട്ട് എനിക്ക് എങ്ങനെ എഴുതാം? എന്താടാ? ആ 3 ഈക്വൽ ടു, നീയും ഉറങ്ങായിരുന്നോ കണ്ണു തുറന്ന് വെച്ച്? 3 ഈസ് ഈക്വൽ ടു എന്ത് ബയ്യ? അതിനെ വിളിക്കുന്നത് എന്താണെന്ന് നിനക്ക് കിട്ടിയില്ല? എടാ അത് ബയ്യല്ല കേട്ടാ, അത് സ്ക്വയർ റൂട്ട് കേട്ടാ മക്കളെ. സ്ക്വയർ റൂട്ട് എന്നാണ് അതിനെ വിളിക്കുന്നത് കേട്ടാ. സ്ക്വയർ റൂട്ട്. റൂട്ട് എന്ന് വെറുതെ പറഞ്ഞാലും കുഴപ്പമില്ല കേട്ടാ. സ്ക്വയർ റൂട്ട് എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. റൂട്ട് എന്ന് വെറുതെ പറഞ്ഞാലും കുഴപ്പമില്ല. അപ്പൊ സ്ക്വയർ റൂട്ട് ഓഫ് 9, വർഗ്ഗമൂലം എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയുന്നത്. പക്ഷെ മലയാളംകാരായാലും ഇംഗ്ലീഷുകാരായാലും നമ്മൾ പറയുന്നത് സ്ക്വയർ റൂട്ട് തന്നെയാണ് കേട്ടാ, ആ ഒരു സിമ്പിളിനാ. ഓക്കെ, അപ്പൊ റൂട്ട് 9 നമുക്ക് കിട്ടി അല്ലെ. 3 ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് 9. ഓക്കെ, അപ്പൊ എന്താണ് വർഗം, എന്താണ് വർഗ്ഗമൂലം, സ്ക്വയർ എന്താണ്, സ്ക്വയർ റൂട്ട് എന്താണെന്നുള്ളത് മനസ്സിലായോ മക്കളെ? മനസ്സിലായി എങ്കിൽ ഒരു തംസം നേടാം. സംഭാണിച്ചേ, എവിടെ 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 എവിടെ? ആ വരുന്നുണ്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത്. നോക്കിക്കോ, 9ന്റെ സ്ക്വയർ അല്ലെങ്കിൽ 9 എന്ന് പറയുന്നത് 3 സ്ക്വയർ ആണ് എങ്കിൽ അതിന് നമുക്ക് നേരെ തിരിച്ച് എങ്ങനെ പറയാം? റൂട്ട് 9 ഈസ് ഈക്വൽ ടു 3 എന്ന് പറയാം അല്ലെ. അതുപോലെ നമ്മൾ നേരത്തെ ചെയ്തനുസരിച്ച് 2 1/4 ആണ് എന്തെന്ന് പറയുന്നത്? 1 1/2 സ്ക്വയർ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നേരെ തിരിച്ച് എന്ത് പറയാം? റൂട്ട് ഓഫ് 2 1/4 ആണ് 1 1/2 എന്ന് പറയാം. നേരെ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ച് നമ്മൾ പറയുന്നു. അതായത് നമ്മൾ ഇപ്പൊ പറയില്ലേടാ മക്കളെ, പോസിറ്റീവ് നമ്മുടെ ഈക്വൽ ടുവിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ പ്ലസ് എന്ന് പറയുന്നത് മൈനസ് ആവും എന്ന് പറയൂലേ, അതുപോലെ സ്ക്വയർ എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? സ്ക്വയർ റൂട്ട് ആയിട്ട് മാറും. അതുപോലെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? സ്ക്വയർ ആയിട്ട് മാറും. അത് മാത്രം നിങ്ങൾ ഓർത്തിരുന്നാൽ മതി കേട്ടാ. ആ ഒരു ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് സ്ക്വയറും സ്ക്വയർ റൂട്ടും കേട്ടോ. അതൊന്ന് ഓർത്തിരുന്നാൽ മതി. ഓക്കെ 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 ദേ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമ്മൾ 25 സ്ക്വയർ സെന്റിമീറ്റർ ഏരിയ വരുന്ന രീതിയിൽ ഒരു സമചതുരം എങ്ങനെ ഉണ്ടാക്കാം, എങ്ങനെ വരക്കാം നമ്മൾ കണ്ടായിരുന്നു അല്ലെ. എങ്ങനെ ചെയ്താൽ മതി? 5ഉം 5ഉം സൈഡ്സ് എടുത്താൽ മതി നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇവിടെ ചോദിക്കട്ടെ, ഇവിടെ ദേ 196 കാണുന്നില്ല അല്ലെ. നോക്കാം, ദേ 196 ആണ് നമ്മുടെ സ്ക്വയറിന്റെ ഏരിയ എങ്കിൽ അതിന്റെ സൈഡ്സ് എന്തായിരിക്കും? ഇതാണ് ക്വസ്റ്റ്യൻ കേട്ടോ. 196 ആണ് ഏരിയ എങ്കിൽ അതിന്റെ സൈഡ് എന്തായിരിക്കും? സൈഡ് എന്തായിരിക്കും? നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കൂടാ? അപ്പൊ നമുക്കിവിടെ തന്നിരിക്കുന്നത് എന്താ? നമുക്കിവിടെ തന്നിരിക്കുന്നത് ഏരിയ ആണ്. ഒരു സമചതുരത്തിന്റെ, ഒരു സ്ക്വയറിന്റെ ഏരിയ നമുക്ക് തന്നിട്ടുണ്ട്. ഏരിയ നമ്മൾ എങ്ങനെയാ കണ്ടുപിടിക്കുക മക്കളെ? സൈഡ് ഇൻറ്റു സൈഡ് അല്ലെ. അതായത് എ ഇൻറ്റു എ ആണ് നമുക്കിവിടെ 196 എന്ന് നമുക്ക് തന്നിരിക്കുന്നത്. എ ഇൻറ്റു എ എന്താ? എ സ്ക്വയർ അല്ലെ. എ സ്ക്വയർ ആണ് 196 നമുക്ക് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഒരു സൈഡ്, അതായത് എയിനെ അല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഒരു സൈഡ്. എ സ്ക്വയർ 196 ആണെങ്കിൽ എ എന്തായിരിക്കൂടാ? എ സ്ക്വയർ 196 ആണെങ്കിൽ എ എന്തായിരിക്കും? അതായത് നമ്മൾ ഈ സ്ക്വയറിന് എന്ത് ചെയ്യുന്നു? ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നു. അപ്പൊ എന്ത് സംഭവിക്കും? സാർ ഒരാൾ വിളിച്ചോ. ദേവപ്രയാഗ, വലിയ പേരൊക്കെയാണല്ലോ. അയ്യോ എക്സ്പ്രഷൻ നോക്കി. ദേവ നിന്നെ തന്നെയാണ്, അൺമ്യൂട്ട് ചെയ്യൂ. ഗുഡ് ഈവനിങ് ദേവകുട്ടി. ഇത് എന്ത് വരൂടാ? എ സ്ക്വയർ 196 ആണ്. അങ്ങനെയാണെങ്കിൽ എ എന്തായിരിക്കും? എടാ ഇവിടെ സ്ക്വയർ ആണ്. സ്ക്വയറിന് ഇപ്പുറത്തേക്ക് പോകുമ്പോ അത് എന്ത് സംഭവിക്കും എന്നാ പറഞ്ഞത്? സ്ക്വയർ എന്താകും? ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ല കേട്ടാ. ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ല, പ്രശ്നമാണ്. മര്യാദക്ക് ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കട്ടാ, വേറെ ഒന്നും ചിന്തിക്കേണ്ട കേട്ടാ, വേറെ അങ്ങോട്ടേക്ക് നോക്കണ്ട, ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരുന്നാ മതി കേട്ടോ ദേവാ. സാർ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരട്ടെ, നമുക്ക് അടുത്ത വിളിക്കാട്ടോ ദേവനെ. ഇനി വിളിക്കുമ്പോ ആൻസർ പറഞ്ഞില്ലെങ്കിലാണ് ഞാൻ വടി എടുക്കും, വടി. ഓക്കെ, സാർ ഒരാൾ വിളിച്ചോ. ശ്രീയ, ശ്രീയ എന്ത് വരൂടാ? എ സ്ക്വയർ 196 ആണ്. അങ്ങനെയാണെങ്കിൽ എ എന്തായിരിക്കും? 196 ഡിവൈഡഡ് ബൈ 2. അയ്യോ ദൈവമേ. എടാ എ സ്ക്വയർ ആണ്. സ്ക്വയർ ഈക്വൽ ടുന്റെ അപ്പുറത്തേക്ക് പോകുമ്പോ എന്താവും ഞാൻ പറഞ്ഞത്? ഡിവിഷനാ. എടാ മൾട്ടിപ്ലിക്കേഷൻ ആണ് അപ്പുറത്തേക്ക് പോകുമ്പോ ഡിവിഷൻ ആവണത്.
ആ സ്ക്വയർ എന്ന് പറയുന്നത് ഇപ്പുറത്തേക്ക് പോകുമ്പോ എന്താ സംഭവിക്കുക? ഞാൻ പറഞ്ഞില്ലേ, സ്ക്വയർ റൂട്ട് ആകും. നമ്മൾ നേരത്തെ ചെയ്തില്ലേ മക്കളെ? 3 സ്ക്വയർ is equal to 9 ആണെങ്കിൽ എന്തായിരിക്കും? 3 എന്ന് പറയുന്നത് എന്തായിരിക്കും? സ്ക്വയർ റൂട്ട് ഓഫ് 9 ആയിരിക്കും. നമ്മൾ പഠിച്ചില്ലേ അല്ലേ? അതായത് ഈ സ്ക്വയർ ഇപ്പുറത്തേക്ക് പോയപ്പോ അത് എന്തായിട്ട് മാറി? ഇതേ ഈ സാധനം സ്ക്വയർ റൂട്ട് ആയിട്ട് മാറി അല്ലേ? അപ്പൊ എ സ്ക്വയർ 196 ആണെങ്കിൽ എ എന്തായിട്ട് മാറൂടാ? സ്ക്വയർ റൂട്ട് ഓഫ്, നിങ്ങൾക്ക് പറയാൻ കിട്ടുന്നില്ലേ മക്കളെ? സ്ക്വയർ റൂട്ട് ഓഫ് എന്നാണ് നമ്മൾ പറയുന്നത് കേട്ടോ, വായിക്കേണ്ടത്. സ്ക്വയർ റൂട്ട് ഓഫ്, സ്ക്വയർ റൂട്ട് ഓഫ് 196. ഈ സ്ക്വയർ റൂട്ട് ഓഫ് 196 എന്താണ് നമുക്കറിയോ? അങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഇപ്പൊ റൂട്ട് 9 3 ആണ് നമുക്കറിയാം. അതുപോലെ സ്ക്വയർ റൂട്ട് ഓഫ് 196 നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും മക്കളെ? അതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് കേട്ടാ. എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ഇപ്പൊ ശ്രദ്ധിച്ചിരിക്കാം മക്കളെ. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത്രയേ ഉള്ളൂടാ. നമ്മള് 196ന്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ നമുക്കറിയാലോ. ഫാക്ടറൈസ് ചെയ്യാൻ പഠിച്ചിട്ടില്ലേ നമ്മള്? തട്ട് തട്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാറുണ്ട് അല്ലെ? ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാറുണ്ട് നമ്മള്. അപ്പൊ ഫാക്ടറൈസ് ചെയ്യാൻ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ട സ്റ്റെപ്പ് അതാണ്. ഈ 196നെ നമ്മൾ എന്ത് ചെയ്യുന്നു മക്കളെ? ഫാക്ടറൈസ് ചെയ്യുന്നു. അപ്പൊ 196നെ അതേ ഫാക്ടറൈസ് ചെയ്യാണ്. നമുക്കറിയാം 196 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 2 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം അല്ലെ? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് വരൂടാ? ആരാ പറഞ്ഞുതരാൻ പോകുന്നേ? ശ്രീദേവ്. എടാ പറയടാ, നീയെങ്കിലും ആൻസർ ഒക്കെ കറക്റ്റ് ആയിട്ട് പറയടാ. 4 കൊണ്ട് ഡിവൈഡ് ചെയ്താ? എങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ എപ്പോഴും പ്രൈം നമ്പേഴ്സ് തന്നെ നമ്മൾ യൂസ് ചെയ്യാട്ടാ എപ്പോഴും. അപ്പൊ 2 കൊണ്ടൊന്ന് പറഞ്ഞേ, 2 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് പറഞ്ഞേ. എങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. പറഞ്ഞോ നീ. 196നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാ. അപ്പൊ എന്ത് വരും മക്കളെ? എല്ലാരും ചെയ്തോട്ടാ. എന്തുവരും വേഗാവട്ടെ. എടാ ഡിവൈഡ് ചെയ്തു നോക്കടാ. മിണ്ടല്ലേ ഇതൊക്കെ. എന്നെ വെറുതെ ടെൻഷൻ ആക്കല്ലേ മിസ് ചെയ്യുന്നു. സ്പീഡാവട്ടെ. എത്രയായിരുന്നു? 98. കറക്റ്റ് ആണ്. ഇനി എന്ത് ചെയ്യണോടാ? ഇനി 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ എന്ത് വരും? കുഴപ്പമില്ല, നമുക്ക് അടുത്ത ആളെ പിടിക്കാം. ഓക്കേടാ, വെരി ഗുഡ്. അടുത്ത ആളെ പിടിച്ചു. വേദ. വേദ എന്താണത്? പേപ്പറൊക്കെ മറിക്കുന്നു. വേദ. 49 അങ്ങനെയല്ലേ പറഞ്ഞത്? 40. എന്താ പറ്റിയേ? 49 മാറ്റമുണ്ടോ? ഇല്ല. ഇല്ല. ഓക്കെ, ഇനി എന്ത് ചെയ്യണോടാ? 49നെ 2 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇതൊരു ഓഡ് നമ്പർ അല്ലേ? അപ്പൊ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിയടാ. 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കി, മെയിൻ ചെയ്ത് നോക്കി. നമുക്ക് അപ്പൊ അടുത്ത ആളെ വിളിക്കാം അല്ലെ? ശ്രീഹരി. ഹലോ ശ്രീഹരി. എടാ എന്ത് ചെയ്യൂടാ? 49ന് 3 വെച്ച് ഡിവൈഡ് ചെയ്താ നീ? ഒന്ന് ചെയ്ത് നോക്കിയാ. 3 വെച്ച് പറ്റുമോ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ 49ന്? ഒന്ന് ചെയ്ത് നോക്കിയടാ. 49 ഡിവൈഡഡ് ബൈ 3 എന്ത് വരും മക്കളെ? 1. ഇവിടെ 3 വന്നു. ഓക്കെ, ഇവിടെ 1 വന്നു. 19 പോകുവോ? 3 വെച്ച് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ 19നെ? ഇല്ലല്ലോ. അപ്പൊ നമുക്ക് 3 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ 49നെ? ഇല്ല. പിന്നെ നമ്മൾ ഇനി അടുത്ത് എന്ത് നോക്കാം? നമ്മുടെ പ്രൈം നമ്പേഴ്സ് ആണ് നമ്മൾ എടുത്ത് നോക്കണ്ടേ കേട്ടോ മക്കളെ. അപ്പൊ ആദ്യം നമ്മൾ 2 എടുത്തു, പിന്നെ 3 എടുത്തു. 3 പറ്റില്ല, നമുക്ക് കിട്ടി. 5 എടുത്താൽ പറ്റുമോ? ഇല്ല. 5 എടുത്താൽ പറ്റണമെങ്കിൽ അവസാനത്തെ നമ്പർ എന്ത് വരണം? 5 വരണം അല്ലേ? പക്ഷെ ഇവിടെ 5 ഒന്നല്ല വന്നിരിക്കുന്നത്. അതുകൊണ്ട് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ അടുത്തതാരാ? 7 അല്ലെ? 7 വെച്ചിട്ടാണ് നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇപ്പൊ 7 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് വരും? അതേ നോക്കിക്കോ. 7 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം 7 × 7 ആണ് 49. ഇനി നമ്മൾ എന്ത് ചെയ്യാം? 7 നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം? 7 വെച്ച് ഡിവൈഡ് ചെയ്യാം. നമുക്ക് എന്ത് കിട്ടി? 1 എന്ന് കിട്ടി. ഈ 1 വരുന്നത് വരെ നമ്മൾ ചെയ്യണം കേട്ടോ മക്കളെ.
1 വരുന്നത് വരെ എല്ലാവരും ചെയ്യണം. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതാടാ, നമ്മളിപ്പോ 196നെ ഫാക്ടറൈസ് ചെയ്തു. ഇനി ചെയ്യേണ്ട കാര്യം ഇതാണ്, ഈ 196നെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഈ സൈഡിൽ നമുക്ക് ഈ ചരിഞ്ഞിടക്കുന്ന ആൾക്കാരില്ലേ, നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ചരിഞ്ഞിടക്കുന്ന ആൾക്കാര്, ഇവരുടെ പ്രോഡക്റ്റ് ആയിട്ട് മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് നമ്മൾ എഴുതാനായിട്ട് പോവാണ്. ഇപ്പൊ എന്ത് വരും? 2 into 7 into 7 എന്ന് നമുക്ക് എഴുതാം അല്ലെ. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, ഫാക്ടറൈസ് ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെ എഴുതി. ഇനി നോക്കിയടാ, ഈ 2 into 2 എന്താ? സാർ ഒരാളെ വിളിച്ചോ. ഐഷ, ആയിഷ എന്നായിരിക്കും അല്ലേ? ഐഷ എന്നാണോ? ഐഷ അൺമ്യൂട്ട് ചെയ്തേ. ആകുന്നില്ല. അയ്യോ, ഇത് എല്ലാവർക്കും പ്രശ്നമുള്ള. നമുക്ക് അടുത്ത ആളെ വിളിക്കാം സാറേ. നിഹാര. നിഹാര അനങ്ങണില്ലേ? വന്ന്. ഹലോ നിഹാര. 2 into 2 എന്താടാ? 2 into 2 എനിക്ക് എങ്ങനെ എഴുതാം? 2 സ്ക്വയർ എന്ന് എഴുതാം. ഇനി 7 into 7 എനിക്ക് എങ്ങനെ എഴുതാം? 7 സ്ക്വയർ എന്ന് എഴുതാം. ഇനി ഇവിടെ നോക്കിയ മക്കളെ, 2 സ്ക്വയറും 7 സ്ക്വയറും നമുക്ക് കിട്ടി അല്ലെ. 2ന്റെ മുകളിലും ആരുണ്ട്? 2 ഉണ്ട് അല്ലെ. 2ന്റെ മുകളിലും 2 ഉണ്ട്, 7ന്റെ മുകളിലും 2 ഉണ്ട്. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാന്നറിയോ? ഇത്രയേ ഉള്ളൂ. ഈ 2 എന്ന് പറയുന്ന, മുകളിൽ കിടക്കുന്ന 2 എന്ന് പറയുന്നത് 2 പേർക്കും കോമൺ ആയതുകൊണ്ട് ഞാൻ ഇതിനെ എങ്ങനെ എഴുതാണ്? 2 into 7 the whole square. എന്താടാ? 2 into 7 the whole square നമ്മൾ എഴുതി. 2 into 7 എന്ന് പറയുന്നത് നമുക്ക് എന്താണെന്ന് അറിയാം? 14 ആണെന്ന് അറിയാം അല്ലെ. 2 into 7 is 14. So 14 സ്ക്വയർ എന്ന് നമുക്ക് കിട്ടി. എന്താ ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്നേടാ? നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്താ? 196 is equal to 14 സ്ക്വയർ എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, സ്ക്വയർ റൂട്ട് ഓഫ് 196 എന്തായിരിക്കും? സ്ക്വയർ റൂട്ട് ഓഫ് 196 എന്തായിരിക്കും? 14ന്റെ സ്ക്വയർ ആണ് 196 എങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് 196 എന്തായിരിക്കും? നേരെ തിരിച്ച് എന്തായിരിക്കും? ആരാ പറഞ്ഞുതരാൻ പോകുന്നേ? ഏഡൻ. എന്താടാ? എടാ ഞാൻ പറയുന്നൊക്കെ നീ കേട്ടാ? എടാ 196 is equal to 14 സ്ക്വയർ നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് 196 എന്തായിരിക്കും? എടാ 14 into 14 എന്ന് പറയുന്ന 14 സ്ക്വയറിനെ അല്ലേ? അപ്പൊ 14 സ്ക്വയർ ആണ് 196. അങ്ങനെയാണെങ്കിൽ സ്ക്വയർ റൂട്ട് എന്തായിരിക്കും? എടാ നമ്മൾ സ്ക്വയർ റൂട്ട് എങ്ങനെയാ പറയുന്നത്? ഈ സ്ക്വയറിനെ ഇങ്ങോട്ടേക്ക് എടുക്കുമ്പോഴല്ലേ ഇവിടെ സ്ക്വയർ റൂട്ട് വരിക അല്ലേ? 14 എന്ന് കിട്ടും. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ മക്കളെ, പിടി കിട്ടിയാ? അപ്പൊ നമുക്ക് എന്ത് കിട്ടിയടാ? സ്ക്വയർ റൂട്ട് ഓഫ് 196 is equal to 14 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് ഇവിടെ എന്തായിരുന്നു വേണ്ടത്? ദേ നമ്മുടെ സ്ക്വയർ റൂട്ട് ഓഫ് 196 അല്ലേ നമ്മുടെ ഓരോ സൈഡ് എന്ന് പറയുന്നത്. നമുക്ക് കിട്ടിയത് എ എന്ന് പറയുന്നത്. നമുക്ക് എന്താണെന്ന് കിട്ടി? 14 ആണെന്ന് കിട്ടി. 14 സെന്റിമീറ്റർ ആണ് നമ്മുടെ ഓരോ സൈഡും എന്ന് നമുക്ക് കിട്ടി. കിട്ടിയാ മക്കളെ? കിട്ടിയാടാ? കിട്ടിയെങ്കിൽ വേഗം ഒരു ടാറ്റ് തന്നെ, വേഗം ഒരു ടാറ്റ് തന്നെ മക്കളെ. അപ്പൊ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് ഇനി നമുക്ക് ചെയ്യാനുള്ളത് കേട്ടോ. ചെയ്യാനുള്ളത് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ശ്രദ്ധിച്ചിരിക്കുക. അതേ നോക്കിക്കോ. കമ്പ്യൂട്ട് ദ ലെങ്ത്. മക്കളെ എല്ലാവരും നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുന്നേ എല്ലാവരും ഒന്ന് എണീറ്റേടാ. എല്ലാവരും എണീറ്റേ. എല്ലാവരും ആകെ ശോകമായിട്ടിരിക്കുന്നു. മക്കളെ എല്ലാവരും ചാടി എണീറ്റേടാ. വേഗം സ്പീഡൊന്ന് ചാടി എണീക്കാടാ. ചാടി എണീറ്റേ. എണീക്കാത്തവരെ നമുക്ക് സ്ക്രീനിൽ കാണിക്കാം അല്ലേ സാറേ? എണീക്കാത്തവരെ ഞങ്ങൾ സ്ക്രീനിൽ കാണിക്കും. നോക്കട്ടെ. ഐഷനെ കാണിക്കാം. ഓക്കെ മക്കളെ, ഇപ്പൊ എല്ലാവരും എണീക്കാം. ഓക്കെ എടാ, നിക്കുന്നിടത്ത് തന്നെ ഒന്നിരുന്ന് ഓടിയേ. ഒന്ന് നിന്ന് ഓടിയേ. ആരും ഓടിപ്പോരുതിട്ടാ. എങ്ങോട്ടും ഓടിയൊന്നും പോരുത്. നിന്നെടുത്ത് തന്നെ ഓടുക. ഓക്കെ ഒന്ന് ഓടാട്ടാ. ഓക്കെ നിന്നെടുത്ത് തന്നെ കുറച്ച് നേരം ഒന്ന് ഓടിക്കാം. കയ്യും കാലും ഒക്കെ അങ്ങോട്ട് വർക്കാവട്ടെ. ഓക്കെ സ്റ്റോപ്പ്. ഇനിയും ഓടിക്കൊണ്ടിരിക്കുക. ഓക്കേടാ. ഒന്ന് കൈക്കൊന്ന് നിവർത്തി മക്കളെ. കൈ ഒന്ന് നിവർത്താ. ഓക്കെ മുകളിലേക്ക് നിവർത്താ.
ഓക്കെ, ഫ്രണ്ടിലേക്ക് വീണ്ടും കൊണ്ടുവരാ. ഒന്ന് റൊട്ടേറ്റ് ചെയ്യാ. ഓക്കെ, നമ്മുടെ കഴുത്തൊന്ന് സെറ്റ് ആക്കിക്കോടാ. ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ്. ഓക്കെ, മുകളിലേക്കും താഴേക്കൊക്കെ ഒന്ന് കാണിക്കുക. എല്ലാവരും പതുക്കെ ചെയ്താൽ മതി കേട്ടോ മക്കളെ. അവസാനം പെടലിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ശില്പ മിസ്സാണ് എന്ന് പറയരുതാരും. ഓക്കെ, റെഡി ആയാ? എല്ലാവരും കൈയൊക്കെ ഒന്ന് വർത്തിക്കാം. അങ്ങനെ നോട്ടെ. ഓക്കെ, ഉഷാറായോ? ഉഷാറായടാ? ആയെങ്കിൽ ഒരു ടാറ്റ തന്നെ, ആയെങ്കിൽ ഒരു ടാറ്റ തന്നെ. ഓ ഭാഗ്യം എന്നൊക്കെ. ഓക്കെ മക്കളെ, പോയി എണീറ്റ് ചൂടി തന്നെ എല്ലാവരും ഇരുന്നാടാ. എല്ലാവരും ഇരിക്കുക കേട്ടാ. ഇരിക്കാൻ പറയുമ്പോൾ എല്ലാവരും ഇങ്ങനെ തളർന്നൊടിഞ്ഞൊന്നും ഇരിക്കരുത്, പെട്ടെന്ന് അങ്ങോട്ട് ഇരിക്കുക. ഓക്കെ, ക്വസ്റ്റ്യൻ ചെയ്യാലോ? റെഡിയാണോ? റെഡി ആണെങ്കിൽ തന്നോ തന്നോ. എവിടെ 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 പോന്നോട്ടെ. ഓക്കെടാ. ഓക്കെ മക്കളെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ക്വസ്റ്റ്യൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നിങ്ങളെ. നോക്കാം, ക്വസ്റ്റ്യൻ നോക്കിയോടാ. Compute the length of the sides of a square with area given below. Write the answers using square root. അപ്പൊ ഇവിടെ നമുക്ക് താഴെ എന്ന് പറയുമ്പോൾ അടുത്ത സ്ലൈഡിലാണ് വന്നേക്കണം കേട്ടോ, ക്ഷമിക്കുക. അടുത്ത സ്ലൈഡിൽ നമുക്ക് കുറച്ച് സ്ക്വയേഴ്സിന്റെ ഏരിയാസ് നമുക്ക് തന്നിട്ടുണ്ട്. സമചതുരത്തിന്റെ പരപ്പളവുകൾ നമുക്ക് തന്നിട്ടുണ്ട്. നമ്മളിപ്പോ തൊട്ട് മുന്നേ ചെയ്ത പോലെ തന്നെ നമ്മളോട് എന്ത് കണ്ടുപിടിക്കാനാ പറഞ്ഞിരിക്കുന്നത്? ആ സമചതുരത്തിന്റെ, ആ സ്ക്വയേഴ്സിന്റെ ഒക്കെ സൈഡ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? അപ്പോൾ സ്ക്വയേഴ്സിന്റെ പരപ്പളവ്, ഏരിയ തന്നിട്ടുണ്ട്. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? സൈഡ് കണ്ടുപിടിക്കണം. അപ്പൊ ഇതാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. നോക്കിക്കോ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. 49 സ്ക്വയർ സെന്റിമീറ്റർ ആണ് എന്ത്? നമ്മുടെ സ്ക്വയറിന്റെ ഏരിയ. ഇപ്പൊ ഒരു സ്ക്വയർ ഉണ്ട്, അതേ ഒരു സ്ക്വയർ ഉണ്ട്. ഈ സ്ക്വയറിന്റെ ഏരിയ എന്ന് പറയുന്നത് 49 ആണ് എങ്കിൽ ഇതിന്റെ സൈഡ് എന്തായിരിക്കും? എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? സൈഡ് കണ്ടുപിടിക്കുക എന്ത് ചെയ്യണോടാ? നമുക്കറിയാം എന്താണ് ഒരു സ്ക്വയറിന്റെ ഏരിയ എന്ന് പറയുന്നത്. എന്താ? സൈഡ് ഇൻറ്റു സൈഡ് അല്ലെ? അതായത് a സ്ക്വയർ. a സ്ക്വയർ ആണ് നമുക്ക് 49 എന്ന് തന്നിരിക്കുന്നത്. എങ്കിൽ a എന്തായിരിക്കൂടാ? a എന്തായിരിക്കും? സാർ ഒരാളെ വിളിച്ചോ. ഹന്ന. എവിടെ ഹന്ന? ഹന്നക്കാണ് നേരത്തെ അൺമ്യൂട്ട് ചെയ്യാൻ പറ്റാത്തൊന്നുമില്ലല്ലേ? ഹന്ന വെക്കേഷൻ പോയി വന്ന് കഴിഞ്ഞപ്പോ എല്ലാവരുടെയും ഫോണിനും കംപ്ലൈന്റ് ആയി തോന്നണല്ലേ? എന്ത് ഇച്ചിടാ? കൃഷ്ണേന്ദു പേടിച്ചു നോക്കാം. കൃഷ്ണേന്ദു ഹലോ. എടാ a സ്ക്വയർ 49 അല്ലേ? അപ്പൊ a എന്തായിരിക്കും? സ്ക്വയർ റൂട്ട് 49. സ്ക്വയർ റൂട്ട് ഓഫ് 49 ആണ് a. സ്ക്വയർ റൂട്ട് ഓഫ് 49 നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കൂടാ? നമ്മൾ എന്താ ചെയ്യുന്നത്? സ്ക്വയർ റൂട്ട് ഓഫ് 49 കണ്ടുപിടിക്കാൻ 49 നമ്മൾ ഫാക്ടറൈസ് ചെയ്യും. അപ്പൊ എന്ത് കിട്ടും? നമുക്ക് 7 വെച്ചിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ? 7 × 7 ആണ് 49. വീണ്ടും ഇതിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ 1 വന്നു അല്ലെ? അപ്പൊ നമ്മൾ ഇനി എന്ത് ചെയ്യണം? 49നെ ഫാക്ടേഴ്സ് ആയിട്ട് എഴുതാൻ പോവാണ്. അതായത് ഈ സൈഡിൽ കിടക്കുന്ന ആൾക്കാരെ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ എന്ത് വരും? 49 = 7 × 7 എന്ന് വന്നു മക്കളെ. അപ്പൊ 7 × 7 എന്താടാ? 7ന്റെ സ്ക്വയർ ആണല്ലോ. അപ്പൊ 49 എന്ന് പറയുന്നത് 7 സ്ക്വയർ ആണ് എങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് 49 എന്താടാ? എന്തായിരിക്കും? സാർ ഒരാളെ വിളിച്ചോ. എവിടെ ഭരത്? എടാ ദേവൂട്ടാ പറയടാ, എന്തായിരിക്കും സ്ക്വയർ റൂട്ട് ഓഫ് 49? 7. സിമ്പിൾ ആണല്ലേ? നമുക്ക് ഇവിടെ കിട്ടിയ എന്താ? 49 എന്ന് പറയുന്നത് 7 സ്ക്വയർ ആണ് എങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് 49 എന്തായിരിക്കും? നേരെ തിരിച്ച് 7 ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ഒരു സ്ക്വയറിന്റെ ഓരോ സൈഡും എത്ര വീതമാണ് നമുക്ക് കിട്ടിയടാ? 7 സെന്റിമീറ്റർ ആണ് സൈഡ് എന്ന് നമുക്ക് കിട്ടി. വശങ്ങൾ എന്ന് പറയുന്നത് 7 സെന്റിമീറ്റർ വീതമായിരിക്കും എന്ന് കിട്ടി. വെരി ഗുഡ്. ഓക്കേടാ. ഓക്കെ മക്കളെ, ഇപ്പൊ എല്ലാവർക്കും കിട്ടിയവരെല്ലാവരും വേഗം ഒരു ടാറ്റ തന്നേടാ. വേഗം ഒരു ടാറ്റ തന്നെ മക്കളെ. കിട്ടിയവരെല്ലാവരും വേഗം ഒരു ടാറ്റ തരാം കേട്ടോ.
ഓക്കെ ഓക്കെ. സോ ദേ അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. 169 ആണ് തന്നിരിക്കുന്നത് കേട്ടോ. നമ്മുടെ സ്ക്വയറിന്റെ ഏരിയ 169 ആണ്. ഒരു സ്ക്വയർ ഉണ്ട്, അതിന്റെ ഏരിയ 169 ആണ് എങ്കിൽ അതിന്റെ സൈഡ് എന്തായിരിക്കും? എന്തായിരിക്കും? വേഗം ചെയ്തോ. വേഗാട്ടെ വേഗം ചെയ്യാട്ടോ. സാർ ഒരാൾ വിളിച്ചോ. നമുക്ക് സിദ്ധാർത്ഥിനെ വിളിക്കാം. സിദ്ധാർത്ഥേ, സിദ്ധാർത്ഥേ പറയടാ. എ സ്ക്വയർ 169. ഓക്കേടാ. സെന്റിമീറ്റർ റൂട്ടാ? റൂട്ട് സെന്റിമീറ്ററാ? അതന്നെ. സ്ക്വയർ സെന്റിമീറ്റർ സമ്മതിച്ചടാ. സ്ക്വയർ സെന്റിമീറ്റർ. ഓക്കെ. അതെന്തായിരിക്കും? സ്ക്വയർ റൂട്ട് ഓഫ് 169. അത് ഓക്കെ. ഇപ്പുറത്ത് എന്ത് വരൂടാ? എന്ത് ചെയ്യണം? എടാ ഇവിടെ എ സ്ക്വയർ ആണ് 169. അപ്പൊ ഇതെന്തായിരിക്കും? എ അല്ലേ റൂട്ട് ഓഫ് 169? ചെയ്തിട്ട് എ എന്ന് പറയുന്നത് അത് തന്നെയാ. അത് തന്നെ. ഇപ്പഴാണ് അല്ലല്ലല്ല 169 ആൻസർ അല്ലടാ. നമ്മൾ എന്ത് ചെയ്യണം? 169 സ്ക്വയർ റൂട്ട് എടുക്കണം. ഓക്കെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? 169 ഫാക്ടറൈസ് അല്ലെ, ഫാക്ടറൈസേഷൻ ചെയ്യാ. വേഗം ചെയ്തോ. വേഗം ചെയ്തേ. 169 ഫാക്ടറൈസേഷൻ വേഗം ചെയ്തു കേട്ടാ. വേഗം ചെയ്യാ. പാർത്ഥിപ്പാണത്. പാർത്ഥിപ്പേ എന്തു പറ്റിയടാ? നല്ല ഡൗട്ടാണ്. അല്ലെങ്കിൽ എടാ പാർത്ഥിപ്പേ, എന്താടാ കിട്ടിയ ആൻസർ? ബോറടിക്കും. എടാ നീ ബോറടിക്കുമ്പോ നീ ടാറ്റ കാണിച്ചോണ്ടിരിക്കുക. കുഴപ്പമില്ലടാ, ബോറടിയൊക്കെ അങ്ങോട്ട് മാറട്ടെ. ഓക്കെ. ഈ 169 ഫാക്ടറൈസേഷൻ വേഗം പറഞ്ഞേ. 13 സ്ക്വയർ. കാണാതെ പഠിച്ചു വെച്ചു. ഓക്കേടാ, കുഴപ്പമില്ല. കാണാതെ പഠിച്ചു വെച്ചാലും കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. 13 സ്ക്വയർ ഒക്കെ പഠിക്കുന്നത് നല്ല കാര്യമാണ്. ഓക്കെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 13 × 13 ആണ് 169 എന്ന് നമുക്ക് കിട്ടി. ഓക്കെ ആണല്ലോ. 13 × 13 എന്താണ് മക്കളെ? നമുക്കറിയാം 13 സ്ക്വയർ ആണ്. അപ്പൊ 13ന്റെ സ്ക്വയർ ആണ് 169 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരെ തിരിച്ച് എന്ത് പറയാം? സ്ക്വയർ റൂട്ട് ഓഫ് 169 എന്ന് പറയുന്നത് 13 ആണെന്ന് നമുക്ക് എഴുതാം. ഓക്കെ ആണോ മക്കളെ? കിട്ടിയോ? കിട്ടിയവരെല്ലാവരും വേഗം ഒരു ടാറ്റ് തന്നേടാ. കിട്ടിയെങ്കിൽ വേഗം ഒരു ടാറ്റ് തന്നേ. ഓക്കെ. കിട്ടി. അവർക്ക് ടൈം എടുക്കും, അവർ ചെയ്യട്ടെ. അപ്പൊ മക്കളെ, നമ്മളിപ്പോ ഒരു സ്ക്വയർ തന്നിട്ട് അതിന്റെ ഏരിയ തന്നിട്ട് അതിന്റെ സൈഡ് കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചല്ലോ. എല്ലാവരും പഠിച്ചല്ലോ അല്ലേ? നമുക്ക് ഇനി രണ്ട് പ്രോബ്ലം കൂടി നമുക്ക് ചെയ്ത് നോക്കാടാ. അപ്പൊ ഇത്തിരി കൂടി ഒന്ന് പെർഫെക്റ്റ് ആവും. നിങ്ങൾ ടൈം എടുക്കും, നമ്മളൊന്ന് സെറ്റ് ആവണ്ടേ. അപ്പൊ അതിന് ടൈം എടുക്കും, പ്രശ്നമൊന്നുമില്ല. നമുക്ക് പതുക്കെ ചെയ്ത് പഠിക്കാം. ഓക്കെ. അപ്പൊ മക്കളെ, നിങ്ങൾ ഇപ്പൊ ഇത്രയൊക്കെ ചെയ്തല്ലോ. ഇനി അടുത്തയിലേക്ക് വരുന്നതിന് മുന്നേ നമുക്കൊരു ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് വരാം കേട്ടോ. വേഗം പോയിട്ട് എല്ലാവരും തിരിച്ചു വരാം കേട്ടോ. 10 മിനിറ്റ്. നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത് എന്താണ്? ഒരു സ്ക്വയറിന്റെ ഏരിയ തന്നിട്ട് അതിന്റെ സൈഡ് കണ്ടുപിടിക്കാനായിട്ടായിരുന്നല്ലോ. ഓക്കെ. അപ്പൊ അത് മോഡല് ഇവിടെ 2 ക്വസ്റ്റ്യൻസ് മിസ് ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. 2 ക്വസ്റ്റ്യൻസ്. ഇത് നിങ്ങൾക്ക് ഹോംവർക്ക് ആണേ. എല്ലാവരും ഒന്ന് സൈഡിൽ എഴുതിയിടാം. ഹോംവർക്ക് ആണ്. ഫസ്റ്റ് വൺ ഇതാണ്.
400 ആണ് ഒരു സ്ക്വയറിന്റെ ഏരിയ എങ്കിൽ, ഒരു സ്ക്വയർ ഉണ്ട് അതിന്റെ ഏരിയ 400 ആണ് എങ്കിൽ സൈഡ് എന്തായിരിക്കും? ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്തത് ഇപ്പൊ നമ്മൾ ചെയ്ത പോലെ തന്നെയാണ് കേട്ടാ. ഇപ്പൊ നമ്മൾ ചെയ്ത പോലെ തന്നെ അടുത്തത് സ്ക്വയറിന്റെ ഏരിയ 225 വരുന്ന കേസാണ്. സ്ക്വയറിന്റെ ഏരിയ 225 വരുമ്പോ സൈഡ് എന്തായിരിക്കും? രണ്ട് കാര്യങ്ങൾ ഹോംവർക്ക് ആണേ. എഴുതിയിടാ. 225 വരുമ്പോഴും അതുപോലെ തന്നെ 400 വരുമ്പോഴും ഏരിയ അതിന്റെ സൈഡ് എന്തായിരിക്കും? ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോടാ? ക്ലിയർ ആണെങ്കിൽ വേഗം ഒരു ടാറ്റ് തന്നെടാ. വേഗം ഒരു ടാറ്റ് തന്നെ. നമ്മളിപ്പോ ചെയ്ത പോലെ തന്നെയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ. ഇപ്പൊ ഇവിടെ 400 എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? അതിന്റെ സൈഡ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? സ്ക്വയർ റൂട്ട് ഓഫ് 400 എന്താണ് എന്നുള്ളത് കണ്ടുപിടിക്കണം. അതുപോലെ ഇവിടെ 225 എന്ന് പറയുമ്പോൾ അതിന്റെ സൈഡ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? 225ന്റെ സ്ക്വയർ റൂട്ട് എന്താണെന്ന് കണ്ടുപിടിക്കണം. ഇതാണ് നമുക്ക് ചെയ്യേണ്ട കാര്യം കേട്ടോ. ഓക്കെ ഓക്കെ നോക്കിക്കോ. ഇതേടാ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഇത് മിസ് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. കാരണം ഒരു ഡെസിമൽ നമ്പർ ആയതുകൊണ്ടാണ് ഇത് മിസ് തരുന്നത് കേട്ടോ. ഓക്കെ. അപ്പൊ നോക്കിയേ 1.69 സ്ക്വയർ സെന്റിമീറ്റർ എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്നത് എന്താടാ? ഒരു സ്ക്വയർ ഉണ്ട്. ആ സ്ക്വയറിന്റെ ഏരിയ 1.69 ആണ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഈ സ്ക്വയറിന്റെ ഈ ഒരു സമചതുരത്തിന്റെ സൈഡ് വശം എന്താണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അശ്വതി മിസ് വന്നിട്ടുണ്ട്. നിങ്ങളോടൊക്കെ അന്വേഷണം പറയാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പറയണോ? മിസ്സിന് ആരും അന്വേഷിച്ചില്ല കേട്ടോ. അശ്വതി മിസ്സേ ആരും അന്വേഷിച്ചില്ല. മിസ്സിന് സങ്കടം. അതിനാരും എന്നെ പോലെ അവർക്ക് മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു. അവർ അതുപോലെ ഇരിക്കുന്ന വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് വന്നിട്ട്. ബൈയൊക്കെ പറഞ്ഞു കഴിഞ്ഞ പിള്ളേര് കൂട്ടാ പോലെട്ടാടാ. ഓക്കെ സാറേ ടൈം ആയോ? ഓക്കെ. അപ്പൊ നോക്കിക്കോ മക്കളെ. നോക്കിയേ നമുക്കൊരു സ്ക്വയർ ഉണ്ട്. ആ സ്ക്വയറിന്റെ ഏരിയ 1.69 ആണ്. നമുക്ക് ഇതിന്റെ സൈഡ് കണ്ടുപിടിക്കണം. സൈഡ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മളിപ്പോ ചെയ്ത പോലെ തന്നെ ചെയ്യാം. നമുക്കറിയാം എ സ്ക്വയർ ആണ് നമുക്ക് എന്ത് തന്നിരിക്കുന്നത്? 169 എന്ന് തന്നിരിക്കുന്നത് അല്ലെ. ഏരിയ എന്ന് പറയുമ്പോൾ എന്താ? സൈഡ് ഇൻറ്റു സൈഡ്. അതിനെയാണ് നമ്മൾ എ സ്ക്വയർ എന്ന് വിളിക്കുന്നത്. എ സ്ക്വയർ ആണ് നമുക്ക് 169 തന്നിരിക്കുന്നത്. സോറി 1.69 കേട്ടോ. അയ്യോ 1.69 ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എ എന്തായിരിക്കൂടാ? എ ആണ് നമ്മുടെ സൈഡ്. സൈഡ് എന്തായിരിക്കും? സ്ക്വയർ റൂട്ട് ഓഫ് 169 എന്നാണല്ലോ ദൈവമേ വരുന്നത്. 1.69 ആണ് മക്കളെ. ശ്രദ്ധിക്കുക 1.69 ആണ്. അപ്പൊ ഇതിന്റെ സ്ക്വയർ റൂട്ട് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കൂടാ? എങ്ങനെ കണ്ടുപിടിക്കും? അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഈ 1.69നെ ഫാക്ടറൈസ് ചെയ്യണം. നമ്മൾ നേരത്തെ അവിടെ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യാൻ പോവാണ്? ഇതിനെ ഫാക്ടറൈസ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഇതിനെ ഫാക്ടറൈസ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണൂടാ? ഇത് ഡെസിമൽ നമ്പർ ആണ് അല്ലെ. അപ്പൊ ഇതിന്റെ ഡെസിമൽ പോയിന്റ് ഒക്കെ നമുക്ക് മാറ്റണം. പോയിന്റിനെ മാറ്റാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? സാർ ഒരാളെ വിളിച്ചോ. സെന. സെന എവിടെ? സെന നമ്മൾ എങ്ങനെയാണ് ഇതിന്റെ ഡെസിമൽ പോയിന്റ് മാറ്റുന്നേ? 169/100 ആണ്. 1 പോയിന്റ് അല്ല കേട്ടാ. പോയിന്റ് മാറ്റാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. എന്തുകൊണ്ടാണ്? ഇവിടെ പോയിന്റിന് ശേഷം 2 നമ്പർ ആണ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? 2 0 വരുന്ന നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്തു. അടിപൊളി, സൂപ്പർ. ഓക്കെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടിയിടാ? 169/100 എന്ന് നമുക്ക് ഇതിന് കിട്ടി. ഇനി ഈ 169 എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റൂടാ? നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ ചെയ്തായിരുന്നല്ലോ. അതെ, ഈ 169 എന്ന് പറയുന്നത് എന്താ? 13ന്റെ സ്ക്വയർ ആണ്. നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചുകൊണ്ടാണ് മിസ് വീണ്ടും പറയാത്ത കേട്ടാ. 13ന്റെ സ്ക്വയർ ആണ് 169. അപ്പൊ ഈ 169നെ എനിക്ക് എങ്ങനെ എഴുതാം? 13 സ്ക്വയർ എന്ന് എഴുതാം. അതുപോലെ 100നെ എനിക്ക് എങ്ങനെ എഴുതാം മക്കളെ? 10 സ്ക്വയർ എന്ന് എഴുതാം ഇല്ലേ. 10 × 10 അല്ലേടാ 100. 10 × 10 അല്ലേ 100. അപ്പൊ എനിക്ക് 10 സ്ക്വയർ എന്ന് 100നെ എഴുതാലോ. കുഴപ്പമുണ്ടോ? കുഴപ്പമില്ലെങ്കിൽ ഒരു ടാറ്റ് തന്നേടാ. കുഴപ്പമില്ലെങ്കിൽ ഒരു ടാറ്റ് തന്നേ. ഓക്കെ. അപ്പൊ 13 സ്ക്വയർ ബൈ 10 സ്ക്വയർ നമുക്ക് കിട്ടി. ഇനി ഇവിടെ ശ്രദ്ധിക്കുക മക്കളെ. ഇവിടെ ചെയ്യേണ്ട കാര്യം ഇതാണ്. 13ന്റെ മുകളിലും 2 ഉണ്ട്, 10ന്റെ മുകളിലും 2 ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അതിനെ കോമൺ ആയിട്ട് എടുക്കാം. 13/10 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. എന്തുകൊണ്ടാണ്? 13നും സ്ക്വയർ ഉണ്ട്, 10നും സ്ക്വയർ ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? രണ്ടിനോട് കോമൺ ആയിട്ട് ഒരു സ്ക്വയറിനെ അങ്ങോട്ട് ഇട്ട് കൊടുത്തു. 13/10 സ്ക്വയർ നമ്മൾ എഴുതി. ഓക്കെ. ഇനി 13 / 10 എന്താടാ?
ഡിവൈഡഡ് ബൈ 10. ഒരു 0 വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യണ്ടേ? ഒരു പോയിന്റ് അല്ലെ, ഒരു ഡെസിമൽ സ്ഥാനം നമ്മൾ ഇങ്ങോട്ടേക്ക് മാറ്റണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 1.3 എന്ന് നമുക്ക് കിട്ടും. അപ്പൊ 1.3 സ്ക്വയർ ആണ് എന്ത്? 1.69. ഇപ്പൊ 1.69 എന്ന് പറയുന്നത് 1.3യുടെ സ്ക്വയർ ആണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് 1.69 എന്തായിരിക്കും? സ്ക്വയർ റൂട്ട് ഓഫ് 1.69 എന്തായിരിക്കും സാർ? ഒരാൾ വിളിച്ചേ. മഹാദേവ് എവിടെ? എടാ അൺമ്യൂട്ട് ചെയ്തടാ. ഹലോ എടാ. 1.69 നമുക്ക് 1.3 സ്ക്വയർ എന്ന് കിട്ടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് 1.69 എന്തായിരിക്കും? 1.3 ആയിരിക്കും. 1.3 ആയിരിക്കും. ഈ 1.3 എന്താ നമുക്ക് കിട്ടിയ സ്ക്വയറിന്റെ എന്തോ ഇത് ആൻസർ എന്താ? നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? സ്ക്വയറിന്റെ സൈഡ് കണ്ടുപിടിക്കാനായിരുന്നില്ലേ ക്വസ്റ്റ്യൻ? അപ്പൊ ഈ 1.3 എന്ന് പറയുന്നത് എന്താ? നമ്മുടെ സ്ക്വയറിന്റെ സൈഡ് ആണ്. 1.33 അത്ര എഴുതി കഴിഞ്ഞാൽ മാർക്ക് കിട്ടുമോ? യൂണിറ്റ് എഴുതണം. 1.3 സ്ക്വയർ സെന്റിമീറ്റർ ആണ്. എടാ സ്ക്വയർ സെന്റിമീറ്റർ എന്ന് പറയുന്നത് എപ്പോഴാ? ഏരിയക്കാണ്. ഇവിടെ സൈഡ് എന്ന് പറയുന്ന ലെങ്ത് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? സെന്റിമീറ്റർ. 1.3 സെന്റിമീറ്റർ എന്ന് നമുക്ക് ഈ സ്ക്വയറിന്റെ സൈഡ് കിട്ടി. ഓക്കെ ആണോ? സെറ്റ് ആണോ മക്കളെ? എല്ലാവർക്കും കിട്ടിയാടാ? കിട്ടിയവരെല്ലാവരും ഒരു തംസ് അപ്പ് നേടാ. ഒരു തമ്പാണിച്ച് എവിടെ 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 കിട്ടിയാ? കിട്ടി. ഓക്കെ, അപ്പൊ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് വരുന്നത് കേട്ടോ മക്കളെ. വിനിയോറിന് കൂടി മിസ് കാണിച്ചു തരാടാ. ഇങ്ങനെ ഫ്രാക്ഷൻ വരുന്ന രീതിയിൽ മിക്സ്ഡ് ഫ്രാക്ഷൻ ആയിട്ട് വരുമ്പോൾ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളത് കൂടി മിസ് വേഗം പറഞ്ഞു തരാം. അപ്പൊ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഒരു സ്ക്വയർ ഉണ്ട്. ആ സ്ക്വയറിന്റെ ഏരിയ ആണ് 61/4 സെന്റിമീറ്റർ. സ്ക്വയർ മീറ്റർ ആണ്. സ്ക്വയർ മീറ്റർ എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ സൈഡ് നമുക്ക് കണ്ടുപിടിക്കണം. നമ്മളിപ്പോൾ ചെയ്ത പോലെ തന്നെ ചെയ്യാം. ഇവിടെ നമുക്ക് എ സ്ക്വയർ ആണ് എന്ത് തന്നിരിക്കുന്നത്? 61/4 തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എ എന്തായിരിക്കും? സ്ക്വയർ റൂട്ട് ഓഫ് 61/4 ആയിരിക്കും. ഈ സ്ക്വയർ റൂട്ട് ഓഫ് 61/4 ആണ് നമ്മുടെ സൈഡ് എന്ന് പറയുന്നത്. പക്ഷെ ഇതെങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? അത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? 61/4നെ ഫാക്ടറൈസ് ചെയ്യണം. ഇപ്പൊ 61/4നെ നമ്മൾ ഫാക്ടറൈസ് ചെയ്യാനായിട്ട് പോകുമ്പോൾ എന്ത് ചെയ്യണം മക്കളെ? ആദ്യം തന്നെ ഇതിനെന്ത് ചെയ്യണം? ഇതിനെന്ത് ചെയ്യണൂടാ? ഈ ഫ്രാക്ഷൻ ഒക്കെ മാറ്റണം അല്ലെ ഇവിടെ. അപ്പൊ ഈ മിക്സ്ഡ് ഫ്രാക്ഷനെ ഞാൻ ആദ്യം തന്നെ സിമ്പിൾ ഫ്രാക്ഷൻ ആയിട്ട് നമ്മുടെ എന്താണ് നമ്മുടെ ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പോവാടാ മക്കളെ. അപ്പൊ ഒന്ന് കൺവേർട്ട് ചെയ്ത് പറഞ്ഞേ സാർ. ഒരാളെ വിളിച്ചോ. റെനോഷ ഈ മിക്സ്ഡ് ഫ്രാക്ഷനെ ഒന്ന് മാറ്റിയടാ ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക്. ഇൻഡു ചെയ്യണം. നോക്കട്ടെ, ഡിനോമിനേറ്ററിൽ എന്തായിരിക്കും വരിക? ഡിനോമിനേറ്ററിൽ വല്ല മാറ്റം വരുമോ? ഇല്ല. ഡിനോമിനേറ്റർ ഇവിടെ എന്താണോ അത് തന്നെയായിരിക്കും വരിക കേട്ടോ. ഇവിടെ 4 ആയതുകൊണ്ട് ഇവിടെ 4 തന്നെ വരത്തുള്ളൂ. ഇനി മുകളിൽ എന്താ വരിക? മുകളിൽ നമ്മൾ എന്താ എഴുതാ? ഇവരെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യും അല്ലേ? ഇവരെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഈ 1 ആഡ് ചെയ്യും കേട്ടോ. അങ്ങനെയാണ് മക്കളെ നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ചെറിയ ക്ലാസ് തുടങ്ങി പഠിക്കുകയാണ്. ഇവരെ തമ്മിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 6 × 4 ചെയ്യുന്നു, എന്നിട്ട് 1 ആഡ് ചെയ്യുന്നു. 6 × 4 എന്താ നമുക്കറിയാം? 24 ആണ്. 24 + 1 എന്ന് പറയുന്നത് 25 എന്ന് നമുക്ക് കിട്ടും അല്ലെ. 25/4 നമുക്ക് കിട്ടി. ഇനി ഇവിടെ നോക്കിക്കോ, ഈ 25നെ എനിക്ക് എങ്ങനെ എഴുതാം മക്കളെ? 25 എന്ന് പറയുന്നത് എന്തായിരുന്നു? 5 × 5 ആണ് അല്ലെ. നമ്മൾ പഠിച്ചിട്ടില്ലേ? 5 × 5 ആണ് 25. അപ്പൊ എനിക്ക് 25ന് പകരം 5 സ്ക്വയർ എന്ന് എഴുതാലോ, കുഴപ്പമില്ലല്ലോ. ഇനി 4 എന്ന് പറയുന്നത് എന്താടാ? 2 × 2 ആണ് 4. എനിക്കറിയാം. അപ്പൊ എനിക്ക് എന്ത് എഴുതാം? 4ന് പകരം 2 സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ ആണല്ലോ മക്കളെ? ഓക്കെ ആണല്ലോ? എന്ത് കിട്ടി? 5/2 5² 2² എന്ന് എനിക്ക് കിട്ടി. ഇനി ഇവിടെ രണ്ടിടത്ത് എന്തുണ്ട്? സ്ക്വയർ ഉണ്ട് അല്ലെ. രണ്ട് സൈഡിലും സ്ക്വയർ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇതിനെ കോമൺ ആയിട്ട് എടുക്കുന്നു. അപ്പൊ 5/2 the whole square എന്ന് എനിക്ക് കിട്ടും. ഓക്കെ, ഇനി ഈ 5/2 എന്ന് പറയുന്നത് എന്താ? ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ് അല്ലെ, വിഷമ ഭിന്നമാണ്. അപ്പൊ അതിനെ നമ്മൾ നേരെ എന്ത് ചെയ്യാൻ പോവാണ്? അതേ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്ന മിശ്ര ഭിന്നം അഥവാ മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കി നമ്മൾ മാറ്റാൻ പോവാണ്. അപ്പൊ എങ്ങനെ നമ്മൾ മാറ്റേണ്ടത്? 5/2 ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 2 × 2 4 ആണ്, 1 കിട്ടും. ഇത് നമുക്ക് എങ്ങനെ എഴുതാടാ? ഹരണഫലമായിട്ടുള്ള 2വിനെ ദേ ഞാൻ ഇവിടെ എഴുതുന്നു. ശിഷ്ടമായിട്ട് വന്നിരിക്കുന്ന റിമൈൻഡർ ആയിട്ട് വന്നിരിക്കുന്ന ആളെ ഇവിടെ എഴുതുന്നു. താഴെ ഈ സൈഡിൽ വരുന്ന ആള് ഞാൻ എഴുതി. 2 1/2 എന്ന് നമുക്ക് കിട്ടി. 2 1/2 the whole square നമുക്ക് കിട്ടി. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് എന്താടാ? 6 1/4 എന്ന് പറയുന്നത്
1/2 സ്ക്വയർ ആണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് 6/1/4 എന്തായിരിക്കും? സാർ ഒരാളെ വിളിച്ചോ. കാശിദേവ്. ഹലോ എടാ, 6/1/4 എന്ന് പറയുന്നത് 2.5 സ്ക്വയർ ആണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ 6/1/4 സ്ക്വയർ റൂട്ട് എന്തായിരിക്കും? അത് തന്നെടാ, അടിപൊളി. 2/1/2. അപ്പൊ ഈ 2/1/2 ആണ് നമുക്ക് എന്ത് കിട്ടുന്നത്? നമ്മുടെ സ്ക്വയറിന്റെ സൈഡ് എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ ആണോ മക്കളെ? ഓക്കെ ആണോ? നമ്മൾ പഠിച്ചത് ഓക്കെ ആണല്ലോടാ. ഒരു സ്ക്വയറിന്റെ ഏരിയ തന്നിട്ട് അതിന്റെ സൈഡ് കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചു. അതാണ് നമ്മൾ ഇത്രയും നേരം ചെയ്തത്. ഓക്കെ ആണെങ്കിൽ വേഗം ഒരു ടാറ്റ തന്നെ. ഓക്കെ. ഓക്കെ മക്കളെ, ആ ഒരു ടോപ്പിക് കഴിഞ്ഞു. നമ്മൾ എന്താണ് ഈ ഒരു ടോപ്പിക്കിൽ പഠിച്ചത്? ഒരു ഏരിയ, ഒരു സ്ക്വയറിന്റെ ഏരിയ തന്നിട്ടുണ്ട് എങ്കിൽ അതിന്റെ സൈഡ് കണ്ടുപിടിക്കാനാണ് നമ്മൾ പഠിച്ചത് അല്ലെ? എന്ത് ചെയ്താൽ മതി? തന്നിരിക്കുന്ന ഏരിയയുടെ സ്ക്വയർ റൂട്ട് നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ ആണോടാ? ഓക്കെ ആണോ? ഒരു കോൺസെപ്റ്റ് തലയിൽ കയറിയോ? കുറച്ചുകൂടി പ്രോബ്ലംസ് ഇപ്പോൾ ഹോംവർക്ക് ആയിട്ട് 2 പ്രോബ്ലംസ് തന്നിട്ടില്ലേ? ആ പ്രോബ്ലംസ് കൂടി നിങ്ങൾ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ. ഓക്കെ ക്ലിയർ ആണോടാ? ഓക്കെ ആണെങ്കിൽ ഒരു ടാറ്റ തന്നെ മക്കളെ. ഈ ഒരു ടോപ്പിക് ഓക്കെ ആണെങ്കിൽ ഓക്കെ. ഇനി നമ്മുടെ ചാപ്റ്ററിന്റെ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് നമ്മൾ പോവാണ്. ഡബിളിംഗ് ദ ഏരിയ, ഇരട്ടിപ്പരപ്പ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഈ ഒരു ടോപ്പിക്കിന്റെ പേര് കേട്ടോ. ടോപ്പിക്കിന്റെ പേര് പോലെ തന്നെ മക്കളെ നമ്മൾ ഇവിടെ ചെയ്യുന്നത്, ഇവിടെ നമുക്കൊരു സ്ക്വയർ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഒരു സ്ക്വയർ തന്നിട്ട് ആ സ്ക്വയറിന്റെ ഡബിൾ ഏരിയ വരുന്ന അല്ലെങ്കിൽ ആ സ്ക്വയറിന്റെ ഇരട്ടി പരപ്പളവ് വരുന്ന മറ്റൊരു സ്ക്വയർ നമ്മളോട് വരക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അതാണ് ഈ ഒരു ടോപ്പിക്കിൽ ചെയ്യുന്നത് കേട്ടോ. അതായത് ഇപ്പോ ഇവിടെ നോക്കാം. ഇപ്പൊ ഈ ഒരു സ്ക്വയർ, ഈ ഒരു റെഡ് കളറിൽ കാണുന്ന ഈ ഒരു സ്ക്വയർ 9 സെന്റിമീറ്റർ സ്ക്വയർ ഏരിയ വരുന്ന സ്ക്വയർ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, എനിക്ക് എന്ത് വേണം? ഈ സ്ക്വയറിന്റെ ഡബിൾ ഏരിയ വരുന്ന മറ്റൊരു സ്ക്വയർ വരക്കണം. ഡബിൾ ഏരിയ അല്ലെങ്കിൽ ഇരട്ടി പരപ്പളവ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 9ന്റെ ഇരട്ടി എന്താണ്? 9ന്റെ ഡബിൾ എന്താണ്? 18 അല്ലെ? 18 ആണ്. അപ്പൊ എനിക്ക് എന്ത് വേണം മക്കളെ? 18 സ്ക്വയർ സെന്റിമീറ്റർ വരുന്ന രീതിയിൽ എന്ത് വരക്കണം? ഒരു സ്ക്വയർ വരക്കണം. എങ്ങനെ വരയ്ക്കും? ഇതാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ ആണോ? പറഞ്ഞത് മനസ്സിലായോ? നമുക്ക് ഒരു ഏരിയ ഉള്ള സ്ക്വയർ തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇരട്ടി ഏരിയ വരുന്ന സ്ക്വയർ എങ്ങനെ വരയ്ക്കാം? ഇതാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ ആണെങ്കിൽ ഒരു ടാറ്റ തന്നെടാ. ഓക്കെ ആണെങ്കിൽ വേഗം ഒരു ടാറ്റ തന്നെ മക്കളെ. ഓക്കെ മക്കളെ, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ പോർഷനിലേക്കാണ് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കുക മക്കളെ എല്ലാവരും. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് എന്താണ് കോൺസെപ്റ്റ് എന്നുള്ളത് മിസ് പറഞ്ഞുതരാം. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളത് വരക്കാനുള്ള കാര്യമാണ് കേട്ടോ. എങ്ങനെ വരക്കും എന്ന് മാത്രം നിങ്ങൾക്ക് പഠിക്കാനേ ഉള്ളൂ. പക്ഷേ എങ്കിലും ഈ ഒരു കോൺസെപ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് കേട്ടിരിക്കാം. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യുന്നത്, ഇപ്പോൾ സപ്പോസ് നമുക്ക് വേണ്ടത് 18 സെന്റിമീറ്റർ സ്ക്വയർ ഏരിയ വരുന്ന ഒരു സ്ക്വയർ വരയ്ക്കാനാണ് എങ്കിൽ നമ്മൾ ചെയ്യുന്നതാടാ. ഞാനിവിടെ രണ്ട് സ്ക്വയേഴ്സ്, 2 സമചതുരങ്ങൾ എടുക്കാണ്. രണ്ടിന്റെയും ഏരിയ എന്താണ്? 9 ആണ്. ഓക്കെ, രണ്ടിന്റെയും ഏരിയ എന്താണ്? 9 ആണ്. പരപ്പളവ് 9 ആയിട്ടുള്ള 2 സ്ക്വയേഴ്സ് ഞാൻ എടുത്തു. എന്നിട്ട് ഞാനിവിടെ ചെയ്യുന്നതാണ്, ഈ 2 സ്ക്വയേഴ്സിന്റെയും ഇത് നോക്കിയടാ. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? ഡയഗണൽ അഥവാ വികർണം എന്ന് വിളിക്കും അല്ലെ? ഈ ഡയഗണലിന്റെ ഭാഗം വെച്ച് 2 സ്ക്വയേഴ്സിനെയും ഞാൻ അവിടെ കട്ട് ചെയ്തു. കുഴപ്പമില്ലല്ലോ, കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്ത് കിട്ടി മക്കളെ? 4 ട്രയാങ്കിൾസ്, 4 ത്രികോണങ്ങൾ കിട്ടിയില്ലേടാ? 1 2 3 4 അല്ലേ? 4 ത്രികോണങ്ങൾ കിട്ടിയില്ലേ? 4 ട്രയാങ്കിൾസ് കിട്ടിയില്ലേ? ഓക്കെ, ഈ ട്രയാങ്കിൾസ് എങ്ങനെയുള്ള ട്രയാങ്കിൾസ് ആണ് മക്കളെ? മട്ട ത്രികോണങ്ങളാണ് അല്ലെ? നമുക്കറിയാം സ്ക്വയറിന്റെ എല്ലാ ആംഗിൾസും 90 ഡിഗ്രി ആണ്. സോ ഇതൊരു മട്ട ത്രികോണം അഥവാ റൈറ്റ് ട്രയാങ്കിൾ ആണ് എന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പൊ ഈ 4 ട്രയാങ്കിൾസും എങ്ങനെയാണ്? റൈറ്റ് ട്രയാങ്കിൾസ് ആണ്. അപ്പൊ 4 റൈറ്റ് ട്രയാങ്കിൾസ് നമുക്ക് കിട്ടി. ഇനി ഞാൻ ചെയ്യുന്ന ഇതാണ്, ഈ 4 പേരെയും കൂട്ടി വെക്കുകയാണേ. ഈ 4 പേരെയും കൂട്ടി വെച്ചപ്പോൾ എനിക്ക് എന്ത് കിട്ടിയിടാ? വേറൊരു സ്ക്വയർ കിട്ടിയോ? എന്താ ഞാനിവിടെ ചെയ്തത്?
രണ്ട് സ്ക്വയർ എടുത്തു. ഈ രണ്ട് സ്ക്വയറിന്റെ പ്രത്യേകത എന്താണ്? രണ്ടിന്റെയും ഏരിയ സെയിം ആണ്. എത്രയാണ് ഏരിയ? 9 ആണ്. ഓക്കെ, രണ്ടിന്റെയും ഏരിയ 9 ആണ്. അങ്ങനെയുള്ള രണ്ട് സ്ക്വയേഴ്സിനെ ഞാൻ എടുത്തിട്ട് അവരുടെ ഡയഗണൽ വരച്ചു, അവിടെ വെച്ച് കട്ട് ചെയ്തു. ആ കട്ട് ചെയ്തപ്പോൾ എനിക്ക് 4 ട്രയാങ്കിൾസ് കിട്ടി. ഈ 4 ട്രയാങ്കിൾസിനെയും ഞാൻ ചേർത്ത് വെച്ചു. ചേർത്ത് വെച്ചപ്പോൾ എനിക്ക് എന്ത് കിട്ടി? പുതിയൊരു സമചതുരം, പുതിയൊരു സ്ക്വയർ കിട്ടി. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഈ സ്ക്വയറിന്റെ ഏരിയ എന്തായിരിക്കും? പരപ്പളവ് എന്തായിരിക്കും? എന്തായിരിക്കും ഇതിന്റെ ഏരിയ? എന്തായിരിക്കും വരിക? ഏരിയ എന്ത് വരും? ഇവിടെ നോക്കുക, നമ്മൾ എടുത്ത രണ്ട് സ്ക്വയേഴ്സിന്റെ ആദ്യത്തെ സ്ക്വയറിന്റെ ഏരിയ 9 ആയിരുന്നു, രണ്ടാമത്തെ സ്ക്വയറിന്റെ ഏരിയയും 9 ആയിരുന്നു. ഇവരെ തമ്മിൽ ചേർത്ത് വെച്ചപ്പോഴാണ് എനിക്ക് എന്ത് കിട്ടിയടാ? വലിയ സ്ക്വയർ കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ വലിയ സ്ക്വയറിന്റെ ഏരിയ എന്തായിരിക്കും? സാർ ഒരാളെ വിളിച്ചു. ഏഞ്ചലേ, എവിടെ ഏഞ്ചൽ? എന്തി? ഏഞ്ചലേ പറയടാ, എന്തായിരിക്കും ഇതിന്റെ ഏരിയ? 18 ആണ്. 18 ആണ്. സന്തോഷം. നോക്കി, മാത്സിലല്ലേലും അതെ, നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് കറക്റ്റ് ആൻസർ കിട്ടി കഴിയുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ് അല്ലേ ഏഞ്ചലേ? ഓക്കെ, വെരി ഗുഡ്. അപ്പൊ മോനെ, നമുക്ക് എന്ത് കിട്ടിയടാ? ഏരിയ എന്ന് പറയുന്നത് 18 സെന്റിമീറ്റർ സ്ക്വയർ കിട്ടി. ഓക്കെ, അപ്പൊ നമ്മളോട് 18 സെന്റിമീറ്റർ സ്ക്വയർ ഏരിയ വരുന്ന ഒരു സ്ക്വയർ വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാടാ? എന്ത് ചെയ്യാം? 9 സെന്റിമീറ്റർ സ്ക്വയർ വരുന്ന രണ്ട് സ്ക്വയേഴ്സ് വരച്ചു. അവരുടെ എന്ത് ചെയ്തിട്ട് നമ്മള് അവരുടെ ഡയഗണൽ എടുത്തു. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് എന്തായിരിക്കൂടാ? ഈ ഒരു സൈഡ് ഏത് ഭാഗമാണ്? ഈ ഒരു ട്രയാങ്കിളില് ഇവിടെ ഈ ഒരു ട്രയാങ്കിളിന്റെ ഏത് ഭാഗമാണ് ഈ സൈഡായിട്ട് വരുന്നത്? സ്ക്വയറിന്റെ സൈഡായിട്ട് വരുന്നത് ഏത് ഭാഗമായിരിക്കും? സാർ ഒരാൾ വിളിച്ചോ. ആൽവിൻ. എടാ ഞാൻ ചോദിക്കട്ടെ, ഈ ട്രയാങ്കിളിന്റെ ഈ ഒരു സ്ക്വയർ ഇല്ലേ, സ്ക്വയറിൽ നമ്മൾ ട്രയാങ്കിൾ ആക്കിയല്ലോ. ഈ ട്രയാങ്കിളിന്റെ ഏത് സൈഡ്? ഈ സൈഡാണോ ഈ സൈഡാണോ നമ്മുടെ സ്ക്വയറിന്റെ സൈഡായിട്ട് വരുന്നത്? അതായത് ഇത് അടിയിലത്തെ സൈഡ് എന്ന് പറയുമ്പോ എങ്ങനെ ഇരിക്കുന്ന സൈഡ്? ഒന്ന് കൈ കൊണ്ടൊന്ന് കാണിച്ച്. നേരെ നേരെ നേരെ. എടാ, അതെന്താണ് സാധനം? ഇതല്ലേ ഡയഗണൽ അല്ലേ? ഡയഗണൽ ഈ സൈഡ് അല്ലേ മക്കളെ? ഈ സൈഡ് അല്ലേടാ? ഈ സൈഡാണ് നമ്മുടെ എന്തായിട്ട് വരുന്നത്? ഈ സ്ക്വയറിന്റെ സൈഡായിട്ട് വരുന്ന ഈ ഒരു ഭാഗം. ഓക്കെ, അപ്പൊ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം ഇതുള്ളൂ. നമ്മൾ വരയ്ക്കുമ്പോൾ നമുക്ക് കട്ട് ചെയ്ത് കിട്ടുമ്പോൾ കിട്ടുന്ന ആ ഡയഗണലിന്റെ പോർഷൻ ഇല്ലേ, ആ പോർഷൻ ആണ് നമ്മുടെ സ്ക്വയറിന്റെ സൈഡായിട്ട്, സമചതുരത്തിന്റെ വശമായിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് 18 സെന്റിമീറ്റർ സ്ക്വയർ ഏരിയ വരുന്ന ഒരു സ്ക്വയർ വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? 9 സെന്റിമീറ്റർ സ്ക്വയർ ഏരിയ വരുന്ന ഒരു സ്ക്വയർ എടുക്കുക. അതിന്റെ ഡയഗണലിന്റെ ലെങ്ത് എന്താണോ ആ ലെങ്ത് ആയിരിക്കും എന്തായിട്ട് നമ്മൾ എടുക്കേണ്ടത്? നമുക്ക് വരയ്ക്കേണ്ട സ്ക്വയറിന്റെ സൈഡായിട്ട് എടുക്കേണ്ടത്. ഓക്കെ ആണോ? നമുക്ക് ഒന്നും കൂടി ഒന്ന് പറഞ്ഞു തരാം കേട്ടാ. വരക്കുന്ന ഫിഗർ വരക്കുമ്പോൾ ഒന്നും കൂടി നിങ്ങൾക്ക് ക്ലിയർ ആവും. അപ്പൊ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഇങ്ങനെയാണ്. അപ്പൊ ഒരു ഏരിയ നമുക്ക് തന്നിട്ട് ആ ഏരിയ വരുന്ന ഒരു സ്ക്വയർ വരയ്ക്കാൻ പറഞ്ഞാല് നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതാടാ. ഇവിടെ 18 ആയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 9 ആണ് ഇവിടെ എടുത്തത് അല്ലെ? അതായത് 18ന്റെ പകുതി വരുന്ന ഒരു സ്ക്വയർ ആണ് നമ്മൾ എടുത്തത് അല്ലെ? 18 സ്ക്വയർ സെന്റിമീറ്റർ വരുന്ന ഒരു സ്ക്വയർ വരയ്ക്കാൻ പറഞ്ഞാല് നമ്മൾ എന്ത് ചെയ്തു? 18ന്റെ പകുതി ആയിട്ടുള്ള 9 എടുത്തു അല്ലെ? അപ്പൊ നമ്മളിവിടെ ചെയ്യേണ്ട ഇതാണ് മക്കളെ, ഇത്ര തന്നെ നമ്മൾ ചെയ്യുന്നുള്ളൂ. അതായത് 18 സ്ക്വയർ സെന്റിമീറ്റർ വരുന്ന ഒരു സ്ക്വയർ വരയ്ക്കാൻ പറഞ്ഞാല് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം, ഇനിയുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ കേൾക്കാം മക്കളെ. ഫസ്റ്റ് ചെയ്യേണ്ട ഇതാണ്, 18ന്റെ പകുതി എടുക്കുക. 18ന്റെ പകുതി, അതായത് എന്താണ്? 18/2 നമ്മൾ ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 18/2 എന്ന് പറയുന്നത് എന്താണ്? 9 ആണ്, നമുക്കറിയാം. ഓക്കെ, 9 സെന്റിമീറ്റർ സ്ക്വയർ ഏരിയ വരുന്ന ഒരു സ്ക്വയർ നമുക്ക് വരയ്ക്കാൻ പറ്റില്ലേ? സമചതുരം നമുക്ക് വരക്കാൻ പറ്റില്ലേ? വരക്കാൻ പറ്റുമോ? എങ്ങനെ വരക്കാം? അതിന്റെ സൈഡ് എന്തായിരിക്കും വരേണ്ടത്? സാർ ഒരാളെ വിളിച്ചേ. ഹിബ. ഹിബ. എടാ, 9 സെന്റിമീറ്റർ സ്ക്വയർ ഏരിയ വരുന്ന ഒരു സ്ക്വയർ എനിക്ക് വരക്കാൻ പറ്റുമോ? വരക്കാൻ പറ്റുമെങ്കിൽ അതിന്റെ സൈഡ്സ് എന്തായിരിക്കും വരിക? നമ്മളിപ്പോ പഠിച്ച കാര്യമാണ്. ഏരിയ തന്നിട്ടുണ്ടെങ്കിൽ സൈഡ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഏരിയ നമുക്ക് തന്നിട്ടുണ്ട്, 9 ആണ് ഏരിയ എങ്കിൽ സൈഡ് എന്തായിരിക്കും?
ഏരിയ എന്ന് പറയുന്നത് എന്താ? സൈഡ് ഇൻറ്റു സൈഡ് അല്ലേ? അപ്പൊ ഒരു നമ്പറിനെ ആ സെയിം നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 9 കിട്ടണം. അത് ഏതാ നമ്പർ? 3 ആണ്. അപ്പൊ 3 × 3 ചെയ്യുമ്പോൾ നമുക്ക് 9 കിട്ടുന്നുണ്ട്. അപ്പൊ അതായത് നമുക്ക് വരക്കാൻ പോകുന്ന സ്ക്വയറിന്റെ സൈഡ് എന്ന് പറയുന്നത് എന്താ? 3 × 3 ആണ് അല്ലെ? 3 × 3 സൈഡ് ആയിട്ട് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടൂടാ? 9 സെന്റിമീറ്റർ സ്ക്വയറിൽ ഒരു സ്ക്വയർ വരക്കാലോ, ഒരു സമചിത്രം വരക്കാലോ. അപ്പൊ ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതാണ് മക്കളെ. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, 18 സെന്റിമീറ്റർ സ്ക്വയറിൽ ഏരിയ വരുന്ന ഒരു സമചിത്രം വരയ്ക്കാനാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ ചെയ്യുന്നത് എന്താണ്? 18ന്റെ പകുതി എടുക്കുന്നു. അപ്പൊ നമുക്ക് 9 കിട്ടുന്നു. 9 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്, ഒരു പൂർണ്ണവർഗമാണ്. എന്താണ് പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? 9 നമുക്ക് എങ്ങനെ എഴുതാം? 3യുടെ സ്ക്വയർ ആയിട്ട് എഴുതാം. അതുകൊണ്ടാണ് നമ്മൾ അതിനെ പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത് കേട്ടോ, പൂർണ്ണവർഗം എന്ന് പറയുന്നത്. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള കാര്യമാണ് ഇതൊക്കെ. ഓക്കെ, അപ്പോൾ 9 നമുക്ക് എന്ത് ചെയ്യാടാ? 9 വെച്ചിട്ട് ഒരു സ്ക്വയർ നമുക്ക് വരയ്ക്കാനായിട്ട് പറ്റും. എങ്ങനെ നമ്മൾ വരയ്ക്കും? 3 സെന്റിമീറ്റർ ഇവിടെ എടുക്കുന്നു, 3 സെന്റിമീറ്റർ ഇവിടെ എടുക്കുന്നു. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു സ്ക്വയർ നമുക്ക് വരച്ചെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, നമുക്ക് വേണ്ടത് എന്താണ്? 18 സെന്റിമീറ്റർ സ്ക്വയർ വരുന്ന ഒരു സമചിത്രമാണ് നമുക്ക് വേണ്ടത് അല്ലേ? അപ്പൊ അത് കിട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നാടാ പറഞ്ഞത്? ഈ 18 വരുമ്പോൾ നമ്മൾ എന്താ എടുക്കേണ്ടത്? അതെ, നമ്മുടെ 9ന്റെ നമ്മൾ വരച്ചിരിക്കുന്ന സ്ക്വയറിന്റെ എന്തെടുക്കണം? ഡയഗണലിന്റെ ലെങ്ത് എടുക്കണം. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യേണ്ടതാണ്, ഇതിന്റെ ഡയഗണൽ വരയ്ക്കുന്നു, വരച്ചിട്ട് ഈ ലെങ്ത് നമ്മൾ മെഷർ ചെയ്യണം. ഓക്കെ, അപ്പൊ ഇത് മിസ് റഫ് ആയിട്ടാണ് ഇപ്പൊ പഠിപ്പിക്കുന്നത്. ഫെയർ ആയിട്ട് അശ്വതി മിസ് ഒന്നും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരും കേട്ടോ. ഫെയർ ആയിട്ട് കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി ഒന്ന് ക്ലിയർ ആവും. ഇപ്പൊ റഫ് ആയിട്ട് മിസ് കാണിച്ചു തരാം എന്താ നമ്മൾ ഇവിടെ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പൊ നോക്കിക്കോടാ, നമ്മൾ ആദ്യം തന്നെ ചെയ്യാൻ പോകുന്നത് 9 സെന്റിമീറ്റർ സ്ക്വയർ വരുന്ന രീതിയിൽ ഒരു സമചിത്രം വരയ്ക്കാൻ പോവാണ്. അപ്പൊ നോക്കിക്കോ, സമചിത്രം നമുക്ക് എങ്ങനെ വരയ്ക്കാം? എങ്ങനെയാണ് സമചിത്രം വരയ്ക്കുക? നമ്മൾ ഒരു സ്ക്വയർ എങ്ങനെ വരയ്ക്കാം? എങ്ങനെ വരയ്ക്കുക? സ്കെയിൽ എടുക്കുക, പെൻസിൽ എടുക്കുക, സെറ്റ് സ്ക്വയർ, പ്രൊട്രാക്ടർ എല്ലാ സാധനവും എടുത്ത് വെക്കുക. നിങ്ങൾ ഫെയർ ആയിട്ട് വരയ്ക്കാം, മിസ് റഫ് ആയിട്ട് വരയ്ക്കും കേട്ടോ. അപ്പൊ നോക്കിക്കോ, നമ്മൾ ചെയ്യുന്നതാടാ, ആദ്യം തന്നെ 3 സെന്റിമീറ്ററിൽ ഒരു ലൈൻ എടുത്തു, സ്കെയിൽ വരയ്ക്കുന്നു, സ്കെയിൽ എടുക്കുന്നു, സ്കെയിലില് 3 സെന്റിമീറ്റർ മെഷർ ചെയ്യുന്നു, ലൈൻ വരയ്ക്കുന്നു കേട്ടോ. ആദ്യം ചെയ്യുന്ന കാര്യം ഇതാണ്, സ്കെയിൽ എടുക്കുന്നു. നമുക്ക് വേണ്ടത് എന്താണ്? നമുക്ക് വേണ്ടത് 3 സെന്റിമീറ്റർ സൈഡ് വരുന്ന ഒരു സ്ക്വയർ ആണ് നമുക്ക് വേണ്ടത്. എന്നാലാണ് അത് 9 സെന്റിമീറ്റർ സ്ക്വയർ ഏരിയ വരത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു സ്ക്വയർ വരയ്ക്കാൻ ആദ്യം തന്നെ എന്ത് ചെയ്തു? 3 സെന്റിമീറ്റർ സ്കെയിലിൽ എടുത്തു. ഇനി എന്ത് ചെയ്യാൻ പോവാടാ? ബാക്കി സൈഡ്സ് നമുക്ക് വരയ്ക്കണം അല്ലെ? ബാക്കി സൈഡ്സ് വരയ്ക്കാനായിട്ട് നമ്മൾ എടുക്കേണ്ട കാര്യം എന്താ? എന്ത് വെച്ചാ ബാക്കി സൈഡ് എനിക്ക് വരക്കാൻ പറ്റുക? സാർ ഒരാൾ വിളിച്ചോ. ശ്രദ്ധ വേഗം പോയി ഇൻസ്ട്രുമെന്റ് ബോക്സ് ഒക്കെ എടുത്ത് തുറക്കുന്നേ ഉള്ളൂ. ശ്രദ്ധ കുട്ടി, എടാ ഇനി എന്താടാ ചെയ്യാ? ഇനി എങ്ങനെ ഞാൻ പ്രൊസീഡ് ചെയ്യും? പ്രൊട്രാക്ടർ എടുത്തിട്ട് ചെയ്യാം, അല്ലെങ്കിൽ സെറ്റ് സ്ക്വയർ എടുത്തിട്ട് ചെയ്യാം അല്ലെ? എങ്ങനെയാണെങ്കിലും ചെയ്യാലോ. പ്രൊട്രാക്ടർ എടുത്തിട്ട് എന്ത് ചെയ്യും? നമ്മള് പഠിച്ചിട്ടുള്ളതാണ് സ്ക്വയർ ഒക്കെ വരക്കാൻ, ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. 90 ഡിഗ്രി. അപ്പൊ എളുപ്പത്തിന് നിങ്ങൾ എന്ത് ചെയ്യണം കേട്ടോ മക്കളെ? ഇപ്പൊ ട്രാക്ടർ എടുത്തെടുക്കുന്നതിനേക്കാളും ബെറ്റർ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ സെറ്റ് സ്ക്വയറിൽ 90 ഡിഗ്രി ഉണ്ടല്ലോ, ലംബവശം, പെർപെൻഡിക്കുലർ സൈഡ് ഉണ്ടല്ലോ. അപ്പൊ വേഗം ആ സെറ്റ് സ്ക്വയർ എടുക്കുക. ഇത് കാണിച്ചു തരും കേട്ടോ, അശ്വതി മിസ് നിങ്ങൾക്ക് കാണിച്ചു തരും എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ജസ്റ്റ് മിസ് പറഞ്ഞു പോവാണ്. അപ്പൊ നമ്മള് പ്രൊട്രാക്ടറോ അല്ലെങ്കിൽ നമ്മുടെ സെറ്റ് സ്ക്വയറോ എന്തെങ്കിലും എടുത്തിട്ട് ഇവിടെ നിന്ന് 90 ഡിഗ്രി ഇങ്ങനെ വേഗം ഒന്ന് വരച്ചേക്കാം കേട്ടോ. മിസ് വരക്കുന്ന റഫായിട്ടാണ്, അതുകൊണ്ടാണ് അതിന്റെ ചെറിയ ചെറിയ പിശകൊക്കെ ഉണ്ടാവും, നിങ്ങൾ ക്ഷമിച്ചേക്കുക. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുന്നടാ? 90 ഡിഗ്രി പ്രൊട്രാക്ടർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സെറ്റ് സ്ക്വയർ യൂസ് ചെയ്യാം. 90 ഡിഗ്രി വരയ്ക്കാം. ഇപ്പുറത്തെ സൈഡിൽ എന്ത് ചെയ്യുന്നു? 90 ഡിഗ്രി ഞാൻ വരയ്ക്കുന്നു. 90 ഡിഗ്രി ഞാൻ വരച്ചു. ഓക്കെ, ഇനി നമുക്ക് എന്താ വേണ്ടേ? എല്ലാ സൈഡും 3 സെന്റിമീറ്റർ ആണ് വേണ്ടത് അല്ലെ? അപ്പൊ ഞാൻ എന്ത് ചെയ്യാ? സ്കെയിൽ എടുക്കുന്നു, 3 സെന്റിമീറ്റർ ഇവിടെ അളന്നു. അപ്പൊ ഇവിടെ 3 കിട്ടി. ഇവിടെയും 3 സെന്റിമീറ്റർ അളന്നു, ഇവിടെയും 3 കിട്ടി. ഇനി എന്ത് ചെയ്യാ? ഇവരെ തമ്മിൽ ജോയിൻ ചെയ്യിപ്പിക്കാം. ജോയിൻ ചെയ്യിപ്പിച്ചു കഴിഞ്ഞപ്പോ വീണ്ടും 3 കിട്ടി. അപ്പൊ നമുക്ക് എന്ത് കിട്ടിയിടാ? 3 സെന്റിമീറ്റർ വശം വരുന്ന ഒരു സമചതുരം കിട്ടി, സ്ക്വയർ കിട്ടി. കിട്ടിയോ മക്കളെ? കിട്ടിയവരെല്ലാവരും വേഗം ഒരു ടാറ്റ് തന്നേടാ. കിട്ടിയവരെല്ലാവരും വേഗം ടാറ്റ് തന്നേ. മക്കളെ നിങ്ങൾ വരച്ചോട്ടോ, മിസ് വരക്കുന്നതിന്റെ കൂടെ തന്നെ നിങ്ങളും വരച്ചോട്ടോ. ഇനി നമുക്ക് അപ്പൊ ഇവിടെ എന്താ കിട്ടിയിരിക്കുന്നത്? 9 സെന്റിമീറ്റർ സ്ക്വയർ ഏരിയ വരുന്ന എന്ത് കിട്ടിയിടാ? ഒരു സമചിത്രം കിട്ടി. നമുക്ക് എന്താ വേണ്ടേ? 18ന്റെ കേസിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ചെയ്യുന്ന കാര്യം ഇതാണ്. അടുത്ത സ്റ്റെപ്പ് ഇതാണ് കേട്ടോ, ശ്രദ്ധിച്ചിരിക്കുക. അടുത്ത സ്റ്റെപ്പ് ഇതാണ്, നമ്മൾ ഇതിന്റെ ഡയഗണൽ വരയ്ക്കുന്നു. നമ്മൾ ഇപ്പൊ വരച്ച ഈ ഒരു സ്ക്വയറിന്റെ ഡയഗണൽ വരയ്ക്കുകയാണേ. സ്ക്വയറിന്റെ ഡയഗണൽ വരയ്ക്കാൻ പോവാണ്.
നമുക്ക് ദേ ഇവിടെ ഇതുണ്ടായിരുന്നു. ദേ ഡയഗണൽ വരയ്ക്കാടാ. ദേ ഡയഗണൽ വരച്ചു. ഇനി ചെയ്യേണ്ട ഇതാണ്, ഈ ഡയഗണൽ വരക്കുന്നവരെ എല്ലാവരും എത്തിയോടാ? എത്തിയെങ്കിൽ ഒരു തംസപ്പ് വന്നേ. ഓക്കെ. അപ്പൊ ഡയഗണൽ വരച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതാണ് മക്കളെ, കോമ്പസ് എടുക്കുക. ഇനി നമുക്ക് വേണ്ട ആളാരാണ്? കോമ്പസ് ആണ്. കോമ്പസ് എടുത്തിട്ട് നമ്മുടെ ഈ ഒരു ഡയഗണലിന്റെ ലെങ്ത് ഇല്ലേ, ഈ ലെങ്ത് മിസ് ഇപ്പൊ കാണിക്കുന്ന ഈ ഒരു ലെങ്ത്, ഈ ലെങ്ത് എന്ത് ചെയ്യണം? കോമ്പസിൽ മെഷർ ചെയ്യുക. ഓക്കെ ആണോ? കോമ്പസിൽ മെഷർ ചെയ്യുക. ഓക്കെ ആണോ? സ്റ്റെപ്പ് ക്ലിയർ ആണോ? ആദ്യം നമ്മൾ സ്ക്വയർ വരച്ചു, അതിനുശേഷം ഡയഗണൽ ജസ്റ്റ് വരച്ചു. എന്നിട്ട് എന്ത് ചെയ്യണം? കോമ്പസിൽ ആ ഡയഗണലിന്റെ ലെങ്ത്, ഈ ഒരു ലെങ്ത് കണ്ടല്ലോ, ഈ ഒരു ലെങ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? കോമ്പസിൽ മെഷർ ചെയ്യുന്നു. മെഷർ ചെയ്തോ? ഇനി ചെയ്യേണ്ടത് ദേ ഈ താഴെ വന്നിരിക്കുന്ന ഈ 3 സെന്റിമീറ്റർ ഇല്ലേ, ഈ 3 സെന്റിമീറ്റർ ദേ അങ്ങോട്ട് നീട്ടി വരച്ചേ കേട്ടോ. അപ്പുറത്തോട്ട് പൊക്കോട്ടെ. എവിടെ വരെ പോകുന്നു വെച്ചാൽ എവിടെ വരെയെങ്കിലും പൊക്കോട്ടെ. ഓക്കെ. 3 സെന്റിമീറ്ററിന് സ്കെയിൽ എടുക്കുന്നു, നേരെ അങ്ങോട്ട് നീട്ടി വരയ്ക്കുന്നു. വരച്ചോ. ഇനി നമ്മുടെ കോമ്പസ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ. വെച്ചിട്ടില്ലേ? ഏത് മെഷർമെന്റിലാണ്? നമ്മുടെ വികരണത്തിന്റെ, നമ്മുടെ ഡയഗണലിന്റെ മെഷർമെന്റിൽ കോമ്പസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ കോമ്പസ് നമ്മൾ എന്ത് ചെയ്യണോന്നറിയോ? ഈ കോമ്പസ് ഈ പോയിന്റിൽ നമ്മൾ കോമ്പസ് പ്ലേസ് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ ഈ ഒരു പോയിന്റിൽ നമ്മൾ കോമ്പസ് വെക്കുന്നു. എന്നിട്ട് ഇങ്ങനെ ഒരു ആർക്ക് വരയ്ക്കാട്ടാടാ. നോക്കിക്കോ, ആർക്ക് വരക്കാണ്. ആർക്ക് വരച്ചു. ഇങ്ങനെ നമ്മൾ നേരെ ആർക്ക് വരക്കാം കേട്ടോ. ഓക്കെ. കോമ്പസ് എടുക്കുന്നു, ആർക്ക് വരക്കാൻ പോവാണ്. ആർക്ക് വരച്ചു. നിങ്ങൾ വരക്കുമ്പോൾ ബെറ്റർ ആയിട്ട് വരക്കാം കേട്ടോ. മിസ് റഫായിട്ടാ വരക്കുന്നത്, അതുകൊണ്ട് അത്ര ഭംഗിയൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ നല്ല ഭംഗിയായിട്ട് വരയ്ക്കാം കേട്ടാടാ. കോമ്പസ് എടുക്കുക. നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ ഡയഗണലിന്റെ ലെങ്ത് എടുക്കുന്നു കോമ്പസിൽ. എന്നിട്ട് ഇങ്ങനെ ഒരു ആർക്ക് അങ്ങോട്ട് വരച്ചു. ഓക്കെ. ആർക്ക് വരച്ചോ? ഈ ഒരു ലെങ്ത് ആണ് നമുക്ക് വേണ്ട ലെങ്ത് കേട്ടോ. ഇവിടെ മുതൽ ഇവിടെയും വരെയുള്ള പോയിന്റ്, ഈ ഒരു ലെങ്ത്. ഇത് നമ്മൾ ചെയ്യുന്നതാണ്. കോമ്പസിലെ അളവ് മാറ്റരുത്. മാറ്റാതെ നമ്മൾ കോമ്പസ് വീണ്ടും ഈ ഒരു പോയിന്റിൽ, മിസ് കാണിക്കുന്ന ഈ ഒരു പോയിന്റ് കണ്ടോ, ഈ പോയിന്റിൽ വെക്കുന്നു, ഒരു ആർക്ക് വരയ്ക്കുന്നു. ഒരു ആർക്ക് വരയ്ക്കുന്നു. വീണ്ടും കോമ്പസ് നമ്മുടെ ഈ ഒരു പോയിന്റിൽ വെക്കുന്നു, ആർക്ക് വരയ്ക്കുന്നു. ഓക്കെ. നമുക്കൊരു പോയിന്റ് ഇവിടെ കിട്ടിയില്ലേ? രണ്ട് തമ്മിൽ കൂട്ടിമുട്ടുന്ന ഒരു പോയിന്റ് കിട്ടും. ഈ പോയിന്റിനെ നമ്മൾ എന്ത് ചെയ്യാതെ ജോയിൻ ചെയ്യിപ്പിക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഒരു സ്ക്വയർ കിട്ടി ഇല്ലേ? സ്ക്വയർ കിട്ടിയില്ലേ? ഈ സ്ക്വയറിന്റെ ഏരിയ എന്തായിരിക്കും മക്കളെ? നമുക്ക് വേണ്ട 18 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. 18 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. ഓക്കെ ആണോ? വരച്ചു കഴിഞ്ഞോ? എടാ ഒന്നുകൂടി പറയാം മക്കളെ. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? 18ന്റെ നമുക്ക് വരയ്ക്കേണ്ടത് ആരെയാണോ അതിന്റെ ഹാഫ് നമ്മൾ എടുക്കുന്നു. 18 ആയിരുന്നു നമുക്ക് വേണ്ടത്, അതിന്റെ പകുതി നമ്മൾ എടുക്കുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 9 കിട്ടും. ഈ 9 സ്ക്വയർ സെന്റിമീറ്റർ ഏരിയ വരുന്ന ഒരു സമചതുരം നമ്മൾ വരയ്ക്കാൻ പോവാണ്. അത് വരയ്ക്കുമ്പോൾ എന്തായിരിക്കും അതിന്റെ സൈഡ്സ്? 3 ആയിരിക്കും അല്ലെ? 3 × 3 ആണ് 9. സോ സൈഡ് 3 ആയിട്ടുള്ള ഒരു സമചതുരം നമ്മൾ ആദ്യം വരച്ചല്ലോ. ഇനി നമ്മൾ ചെയ്യുന്ന എന്താണ്? ഇതിന്റെ നമ്മൾ ഇപ്പൊ വരച്ച ചെറിയ സമചതുരത്തിന്റെ ഡയഗണൽ വരയ്ക്കുന്നു. ഓക്കെ. പിന്നെ ഈ താഴത്തെ സൈഡിനെ നമ്മൾ അങ്ങോട്ട് നീട്ടി വരയ്ക്കുന്നു. പിന്നെന്താ നമ്മൾ ചെയ്തേ? താഴത്തെ സൈഡിനെ നമ്മൾ നീട്ടി അങ്ങോട്ട് വരച്ചു. അതിനുശേഷം ഈ കോമ്പസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഡയഗണലിലെ ലെങ്ത് മെഷർ ചെയ്യുന്നു. ഇവിടെ നമ്മുടെ ഈ ഒരു പോയിന്റിൽ കോമ്പസ് വെക്കുന്നു, ആർക്ക് വരയ്ക്കുന്നു. ആർക്ക് ഇവിടെ വന്ന് ടച്ച് ചെയ്യും. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ ഈ പറഞ്ഞത് ഈ ഒരു പോയിന്റിൽ നമ്മുടെ കോമ്പസ് വെക്കുന്നു, ഒരു ആർക്ക് വരക്കുന്നു. ഈ പോയിന്റിൽ വെക്കുന്നു, ആർക്ക് വരയ്ക്കുന്നു. ഇവരെ തമ്മിൽ ജോയിൻ ചെയ്യിപ്പിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഒരു വലിയ സ്ക്വയർ ഇവിടെ കിട്ടിയില്ലേ? ഈ വലിയ സ്ക്വയറിന്റെ ഏരിയ ആയിരിക്കും, പരപ്പളവായിരിക്കും 18 സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ ആണോടാ? ഇത് ഫെയർ ആയിട്ട് മിസ് വരച്ച് കാണിക്കോട്ടെ. നിങ്ങൾ പേടിക്കണ്ട, കിട്ടാത്തവര് പേടിക്കണ്ട. അശ്വതി മിസ് ഫെയർ ആയിട്ട് നിങ്ങൾക്ക് വരച്ച് കാണിക്കോട്ടോ. ടൂൾസ് ഒക്കെ യൂസ് ചെയ്തിട്ട് വരച്ച് കാണിക്കാം. ഓക്കെ ആണോ? ഏകദേശം ഒരു ധാരണ വന്നോ? റഫ് ഫിഗർ നമുക്ക് കിട്ടിയില്ലേ? ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റുമോ? പറ്റിയെങ്കിൽ വേഗം ഒരു ടാറ്റ് തന്നെ മക്കളെ. ഓക്കെടാ. ഓക്കെ. അപ്പൊ ഇത്തിരി സ്പീഡിൽ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇതിനധികം ടൈം കളയരുതേ. പെട്ടെന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ കോമ്പസും പെൻസിലൊക്കെ യൂസ് ചെയ്ത് നമുക്ക് പ്രാക്ടീസ് വേണം. എന്നാലേ നമുക്ക് ഇതൊക്കെ സ്പീഡിൽ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ മോഡൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇനി നമുക്ക് ചെയ്യാനുള്ളത്. നോക്കിക്കോ, ഈ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. പേജ് നമ്പർ 152 വരുന്ന പ്രോബ്ലംസ് ആണ് ഇനി നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ. അപ്പൊ ഇവിടെ നോക്കിയേ, ഡ്രോ ദി സ്ക്വയേഴ്സ് ആസ് ഏരിയാസ് ബിലോ. ഓക്കെ. ഇപ്പൊ ഇവിടെ നമുക്ക് കുറച്ച് ഏരിയകൾ തന്നിട്ടുണ്ട്.
ഈ ഏരിയകൾ വരുന്ന രീതിയിൽ എന്ത് ചെയ്യണോടാ? സ്ക്വയർ വരയ്ക്കണം. ഇപ്പൊ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ അല്ലേ അല്ലേ അല്ലേ? ഉണ്ടോ? ഓർമ്മയുണ്ടോ? ഉണ്ടാകേണ്ടതാണ്. നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ 32 സ്ക്വയർ സെന്റിമീറ്റർ വരുന്ന രീതിയിൽ ഒരു സ്ക്വയർ വരയ്ക്കാൻ നിങ്ങൾക്ക് മിസ് ഹോംവർക്ക് തരിക കേട്ടോ. നമ്മൾ മൊത്തം വരച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ പോർഷൻസ് കംപ്ലീറ്റ് ആവില്ല. അപ്പൊ ഇത് നിങ്ങൾ തനിയെ വരച്ച് പഠിക്കുക കേട്ടോ. 32 ഇത് ഒരെണ്ണം കൂടി വരച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. മിസ് വരച്ച് കാണിച്ചു തരാം കേട്ടോ. അടുത്തൊക്കെ മിസ് വരച്ച് കാണിച്ചു തരാം. അപ്പൊ ഇത് ഹോംവർക്ക് ആണേ. 32 സ്ക്വയർ സെന്റിമീറ്റർ വരുന്ന രീതിയിൽ ഒരു സ്ക്വയർ വരയ്ക്കാം. ഓക്കെ, അപ്പൊ അടുത്ത ചെയ്ത് കഴിയുമ്പോൾ ഇത് നിങ്ങൾക്ക് ഒന്നുകൂടി ക്ലിയർ ആവും. നോക്കിക്കോ. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ക്വസ്റ്റ്യൻ എന്താണ്? 50. എല്ലാം ഒരേപോലത്തെ ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്ത് നമുക്ക് ചോദിച്ചിരിക്കുന്ന ഇതാടാ. 15 സ്ക്വയർ സെന്റിമീറ്റർ ഏരിയ വരുന്ന ഒരു സ്ക്വയർ ആണ് നമുക്ക് വരയ്ക്കേണ്ടത്. നമ്മൾ എങ്ങനെ വരയ്ക്കും? നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത പോലെ സാർ ഒരാൾ വിളിച്ചു. എന്താ ചെയ്യേണ്ടത്? ഏഞ്ചലീക്ക. അത് അമ്പോ, ആ പേര് കൊള്ളാല, കേട്ടിട്ടില്ല, വെറൈറ്റി പേരാണല്ലോ. ഏഞ്ചലിക്ക. ഓക്കെ, ഏഞ്ചലെ എങ്ങനെ വന്നാലും ഏഞ്ചലിനെ വിളിക്കുള്ളൂ. ഏഞ്ചൽ ഇത് എന്താണ് ചെയ്യണ്ടേ? എങ്ങനെ വരക്കൂടാ? നമ്മൾ എന്താ ചെയ്യണ്ടേ? ആദ്യത്തെ സ്റ്റെപ്പ് എന്താ? ഇപ്പൊ ട്രാക്ടർ എടുത്ത് ഇപ്പൊ ട്രാക്ടറിലേക്കൊക്കെ പോണതിന് മുന്നേ നമ്മൾ ആദ്യം എന്ത് ചെയ്യണോടാ? അല്ലല്ലോ. നോക്കി മോനെ, നമ്മൾ നേരത്തെ ചെയ്തപ്പോഴേ 18 സെന്റിമീറ്റർ സ്ക്വയർ ഏരിയ വരുന്ന ഒരു സ്ക്വയർ വരക്കാൻ നമ്മൾ ആദ്യം ചെയ്തത് എന്താ? 18ന്റെ പകുതി എടുത്തു ഇല്ലേ? എന്നിട്ട് ഈ 9 വെച്ചിട്ടുള്ള സ്ക്വയർ അല്ലേ നമ്മൾ ഇവിടെ വരച്ചത്? 18ന്റെ പകുതി വരുന്നത് അല്ലേ? ആണോ? അപ്പൊ അതുപോലെ നമ്മളിവിടെ 50യുടെയാണ് നമുക്ക് വരക്കേണ്ടത്. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ മക്കളെ? മറന്നു പോകരുത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? എന്താ ചെയ്യണം? 50യുടെ പകുതി എടുക്കണം. 50യുടെ പകുതി എടുക്കണം. അതായത് 50 ഡിവൈഡഡ് ബൈ 2 എന്താണ് വരിക? 50യുടെ പകുതി എന്താ? ഹാഫ് ഓഫ് 50. 50യുടെ പകുതി എടുക്കാം കേട്ടാ. വേഗം ആയിക്കോട്ടെ. 50യുടെ പകുതി എന്താ മക്കളെ? എന്താ ഏഞ്ചലെ? പറ. 10 50യുടെ പകുതിയാ? എടാ 50യുടെ പകുതി എന്താണെന്ന് നോക്കിയേ. ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിയേ. 50 ഡിവൈഡഡ് ബൈ 2 എന്ത് വരും? 50ന്റെ പകുതിയൊക്കെ വേഗം നമുക്ക് പറയാൻ പറ്റിയ കാര്യങ്ങളാണ് കേട്ടാ. 50 ഡിവൈഡഡ് ബൈ 2 എന്ത് വരും? 2 into 2 ആണ് 4. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 1 വരും, മൈനസ് ചെയ്യുമ്പോൾ 10 കിട്ടി. 5 into 2 ആണ് 10. എവിടെ ഏഞ്ചലെ? അയ്യോ, എന്റെ എല്ലാ കണക്കും തെറ്റിപ്പോയി. അതെന്താ തെറ്റിപ്പോയത്? ദേ ഇവിടെ നോക്കിയേ മിസ് ചെയ്തു വെച്ചിട്ടുണ്ട്. 50യെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. എന്ത് കിട്ടി? ഇത് എവിടെ എഴുതി വെച്ചിട്ടുണ്ട്? കാണുന്നില്ലേ? 25. 25 നമുക്ക് കിട്ടും കേട്ടോ. അപ്പൊ നമുക്ക് 50യുടെ പകുതി 25 ആണെന്ന് കിട്ടി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം മക്കളെ? ആദ്യം തന്നെ 50യുടെ പകുതി എടുത്തു. കിട്ടിയ നമ്പർ ഏരിയ വരുന്ന രീതിയിൽ എന്ത് ചെയ്യുക? സ്ക്വയർ വരയ്ക്കുക. അതായത് നമ്മളിവിടെ ചെയ്യേണ്ടതാണ് 25 ഏരിയ വരുന്ന ഒരു സ്ക്വയർ വരയ്ക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ സ്ക്വയറിന്റെ സൈഡ് എന്തായിരിക്കും? ഇവിടെ ഓരോ സൈഡും എത്ര വീതമായിരിക്കും? 25 ആണ് ഏരിയ വരേണ്ടത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ സൈഡ് എന്തായിരിക്കും? സാർ ഒരാളെ വിളിച്ചു. സാറേ ഡെൽവിനെ. ഡെൽവിൻ, എടാ എന്തായിരിക്കും ഇവിടെ ഇതിന്റെ ഒരു സൈഡ്? എടാ പോയാ നീ? ഡെൽവിനെ എന്താടാ? എടാ സ്ക്വയറിന്റെ ഏരിയ ആണ് 25. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഒരു സൈഡ് എന്തായിരിക്കും നമ്മൾ എടുക്കേണ്ടത്? ഏരിയ വരാനായിട്ട്
25 ആണ് ഏരിയ എങ്കിൽ സൈഡ് എന്ത് വരും? 5. 5 അല്ലേ? 5 into 5 ചെയ്യുമ്പോഴല്ലേ 25 വരുന്നത് അല്ലെ? അപ്പൊ ഒരു സൈഡ് എന്തായിട്ട് വരക്കണം മക്കളെ? ഒരു സൈഡ് 5 സെന്റിമീറ്റർ വരുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? സ്ക്വയർ വരക്കണം. സ്ക്വയർ വരച്ചോ. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ മറക്കരുത്. എന്ത് ചെയ്യണം? പകുതി എടുക്കണം. എന്നിട്ട് അത് ആ പകുതി കിട്ടിയിരിക്കുന്ന പകുതി ഏരിയ വരുന്ന രീതിയിൽ ഒരു സ്ക്വയർ വരക്കണം. അപ്പൊ 25 സ്ക്വയർ ഏരിയ വരുന്ന രീതിയിൽ ഒരു സ്ക്വയർ നമ്മൾ വരയ്ക്കുകയാണ്. അതിന്റെ സൈഡ്സ് എന്തായിരിക്കും? 5ഉം 5ഉം ആയിരിക്കും. അപ്പൊ വേഗം വരച്ചു. എങ്ങനെ വരക്കും നമ്മൾ? ആദ്യം തന്നെ സ്കെയിൽ എടുക്കുന്നു. സ്കെയിലിൽ എന്ത് ചെയ്യാടാ? 5 സെന്റിമീറ്റർ മെഷർ ചെയ്ത് ദേ ലൈൻ വരച്ചു. വേഗം വരക്കാട്ടോ. സ്കെയിൽ എടുക്കുക, 5 സെന്റിമീറ്റർ മെഷർ ചെയ്യുക, ലൈൻ വരയ്ക്കുക കേട്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യുക? നമുക്ക് ബാക്കിയുള്ള സൈഡ് വരയ്ക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരുമിച്ച് ചെയ്തു പോവാട്ടെ മക്കളെ. അപ്പൊ ബാക്കിയുള്ള സൈഡ് വരയ്ക്കാനായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? സെറ്റ് സ്ക്വയർ എടുക്കുന്നു, അല്ലെങ്കിൽ ഇപ്പൊ ട്രാക്ടർ എടുക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കുക. എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യാണ്? 90 ഡിഗ്രി ഇങ്ങോട്ട് വരച്ചു. 90 ഡിഗ്രി ഇങ്ങോട്ടും വരച്ചു. ഓക്കെ, ഇങ്ങോട്ടും 90 ഡിഗ്രി വീതം വരച്ചു കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ സ്കെയിൽ എടുക്കുന്നു. നമുക്ക് വേണ്ടത് എന്താ? രണ്ട് സൈഡും 5 സെന്റിമീറ്റർ വീതമാണ് വേണ്ടത്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? സ്കെയിലില് 5 സെന്റിമീറ്റർ മാർക്ക് ചെയ്തു. ഇവിടെ ഒരു 5 സെന്റിമീറ്റർ കിടപ്പുണ്ട്. 5 സെന്റിമീറ്റർ ഇവിടെ വന്നു, 5 സെന്റിമീറ്റർ ഇവിടെ വന്നു. ഇവരെ തമ്മിൽ ജോയിൻ ചെയ്യിപ്പിച്ചു. അപ്പൊ നമ്മുടെ എന്ത് കിട്ടി? നമ്മുടെ സ്ക്വയർ കിട്ടി. എല്ലാ വശവും 5 സെന്റിമീറ്റർ വീതം വരുന്ന ഒരു സമചതുരം, ഒരു സ്ക്വയർ നമുക്ക് കിട്ടി. എനിക്ക് കിട്ടി. നിങ്ങൾക്ക് കിട്ടിയാ? കിട്ടിയാടാ? കിട്ടിയവരെല്ലാവരും വേഗം ഒരു ടാറ്റ് തന്നെ. കിട്ടിയവർ വേഗം ഒരു ടാറ്റ് തന്നെ. ഓക്കെ മക്കളെ, ഓക്കെ. ഇനി ചെയ്യേണ്ടത് എന്താടാ? ഇനി ചെയ്യേണ്ടത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ താഴെയുള്ള ലൈനിനെ അങ്ങോട്ട് നീട്ടി അങ്ങോട്ട് വരക്കാം. ഓക്കെ, നീട്ടി അങ്ങോട്ട് വരച്ചേക്കാം. ഒരു പ്രശ്നം ഒന്നും നോക്കണ്ട, അങ്ങോട്ട് നീട്ടി വരക്കാം. വരച്ചോ? ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ വികർണം, ഡയഗണൽ, നമ്മൾ വരച്ച് വെച്ചിരിക്കുന്ന സ്ക്വയറിന്റെ ഡയഗണൽ അഥവാ വികർണം വരയ്ക്കുക. വരച്ചോ? വരച്ചോ? വരച്ചു കഴിഞ്ഞോ മക്കളെ? ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടടാ? കോമ്പസ് എടുക്കുന്നു. കോമ്പസ് എടുക്കുന്നു. കോമ്പസ് എടുത്തിട്ട് എന്ത് ചെയ്യാതെ ഈ വികർണം നമ്മൾ വരച്ചിരിക്കുന്ന ഡയഗണല് എന്ത് ചെയ്യുക? കോമ്പസിൽ മെഷർ ചെയ്യാം. ഓക്കെ, കോമ്പസ് എടുക്കുക. എല്ലാരും ഒന്ന് കാണിച്ചേ, സ്ക്രീനിൽ കാണിച്ച് കോമ്പസ് ഒന്ന് കാണിച്ചേ. എല്ലാരും കോമ്പസ് ഒന്ന് കാണട്ടെ. കോമ്പസ് കാണട്ടെ എല്ലാവരുടെ. എവിടെ എവിടെ? ഇർഫാനെ, കോമ്പസ് എന്ത് ചെയ്യടാ? എവിടെ നിന്റെ കോമ്പസ് ഒക്കെ എന്ത് ചെയ്യേ? ഞാൻ ക്ലാസ് തുടങ്ങി ഇപ്പൊ പറഞ്ഞാല് ഇൻസ്ട്രുമെന്റ് ബോക്സ് ഒക്കെ അടുത്ത് കൊണ്ടുവന്ന് വെക്കണോന്ന്. കാണില്ലേ? എടാ, നമുക്ക് എക്സാം ഒക്കെ എഴുതാനൊക്കെ വേണ്ടിയത്. വെറുതെ നോക്കിയിരുന്നിട്ട് കാര്യണ്ടാ? നമുക്ക് എന്ത് ചെയ്യണം? ചെയ്ത് പഠിക്കണ്ടേ? അപ്പൊ അടുത്ത ദിവസം വരുമ്പോഴേക്കും വേണോട്ടോ, കോമ്പസ് ഒക്കെ കയ്യിൽ വേണോട്ടോ. ഇപ്പൊ റഫായിട്ട് വേഗം വരച്ചെടുക്കുക. അടുത്ത ദിവസം അശ്വതി മിസ് ഫെയർ ആയിട്ട് നിങ്ങൾക്ക് വരച്ചു തരും. അപ്പൊ ഈ കോമ്പസും കാര്യങ്ങളൊക്കെ കയ്യിൽ ഉണ്ടായിരിക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ കോമ്പസ് എടുക്കുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു? ഡയഗണല് മെഷർ ചെയ്യുന്നു. ഡയഗണൽ മെഷർ ചെയ്യുന്നു. ഡയഗണൽ മെഷർ ചെയ്തിട്ട് നമ്മുടെ കോമ്പസ് ഈ ഒരു പോയിന്റിൽ വെക്കുക. എന്ത് ചെയ്യുക? നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? നമ്മുടെ ആർക്ക് വരയ്ക്കാൻ പോവാണ് കേട്ടോ. ആർക്ക് വരയ്ക്കുന്നു. ആർക്ക് വരയ്ക്കുന്നു. ആർക്ക് വരച്ചു. ആർക്ക് വരയ്ക്കുക കേട്ടോ. ഇനി ഇവിടെ ടച്ച് ചെയ്തിട്ടില്ലെങ്കിൽ, ഈ ആർക്കിൽ നമ്മുടെ ലൈൻ ടച്ച് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് നീട്ടി വരച്ചേക്കാം കേട്ടോ. ആർക്കിൽ നമുക്ക് ടച്ച് ചെയ്യണേ. ആ ഒരു പോയിന്റ് ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ അഥവാ ആർക്കിൽ ടച്ച് ചെയ്തിട്ടില്ലെങ്കിൽ അതൊന്ന് നീട്ടി വരക്കാം കേട്ടോ. നീട്ടി വരയ്ക്കാം. ഓക്കെ ആണല്ലോ? ഇനി നമ്മൾ എന്ത് ചെയ്യണോടാ? നമ്മുടെ കോമ്പസിലെ അളവ് മാറ്റരുത്. കോമ്പസിലെ മെഷർമെന്റ് ഒരിക്കലും മാറ്റരുത്. അതേ അളവിൽ തന്നെ നമ്മുടെ കോമ്പസ് ഈ ഒരു പോയിന്റിൽ വെക്കുന്നു, ആർക്ക് വരയ്ക്കുന്നു. അതുപോലെ ഈ ഒരു പോയിന്റിൽ വെക്കുന്നു. ഈ പോയിന്റിൽ നമ്മൾ വെക്കുന്നു. ഈ പോയിന്റിൽ വെക്കുന്നു. ഇവിടെ നിന്ന് നമ്മൾ ആർക്ക് വരയ്ക്കുന്നു. ഈ രണ്ട് ആർക്കുകളും കൂട്ടിമുട്ടുന്ന പോയിന്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യിപ്പിക്കുക. ഉണ്ടാ, ജോയിൻ ചെയ്യിപ്പിച്ച് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടൂടാ? ഒരു സ്ക്വയർ കിട്ടി. മിസ് റഫായിട്ട് വരച്ചുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. നിങ്ങൾ ഫെയർ ആയിട്ട് നല്ല ഭംഗിയായിട്ട് വരയ്ക്കാവേ. ഓക്കെ, നമുക്ക് എന്ത് കിട്ടിയടാ? ഒരു വലിയ സ്ക്വയർ കിട്ടി. ഈ വലിയ സ്ക്വയറിന്റെ ഏരിയ എന്തായിരിക്കും ഇവിടെ? ഏരിയ എന്തായിരിക്കും മക്കളെ? വലിയ സ്ക്വയറിന്റെ ഏരിയ എന്തായിരിക്കും? ഇതിന്റെ ഏരിയ 25 ആണെങ്കിൽ വലിയ സ്ക്വയറിന്റെ ഏരിയ എന്തായിരിക്കും? ഇതിന്റെ ഡബിൾ ആയിരിക്കും. ഓക്കെ, ഇതിന്റെ ഡബിൾ ആയിരിക്കും വലിയ സ്ക്വയറിന്റെ ഏരിയ. ഇത് 25 ആണെങ്കിൽ ഇത് എന്തായിരിക്കും? 50 ആയിരിക്കും. ഓക്കെ ആണോ? ഓക്കെ ആണോ മക്കളെ? ഓക്കെ ആണോടാ? ഓക്കെ ആണെങ്കിൽ ഒരു ടാറ്റ് തന്നെ. ഓക്കെ ആണെങ്കിൽ ഒരു ടാറ്റ് തന്നെ. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ പഠിച്ചത് കേട്ടോ. നമുക്കൊരു ഏരിയ തന്നിട്ട് ആ ഏരിയ വരുന്ന രീതിയിൽ ഒരു സ്ക്വയർ വരയ്ക്കാനായിട്ടാണ് നമ്മൾ പഠിച്ചത് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് 2 ക്വസ്റ്റ്യൻസ് കൂടി കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അതായത് നോക്കി, ഡെസിമൽ നമ്പർ വരുന്ന കേസ്, അതുപോലെ ഫ്രാക്ഷൻ വരുന്ന കേസ്.
അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം കേട്ടോ. പിന്നെ നമ്മൾ പഠിച്ച കാര്യം എന്താടാ? ഒരു സ്ക്വയർ എന്താണ്, സ്ക്വയർ എന്താണ്, സ്ക്വയർ റൂട്ട് എന്താണ്, വർഗം എന്താണ്, വർഗമൂലം, ഇത് നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ എന്താ പഠിച്ചത്? ഒരു സ്ക്വയറിന്റെ ഏരിയ തന്നിട്ട് അതിന്റെ എന്ത് കണ്ടുപിടിക്കാൻ പഠിച്ചു? സൈഡ് കണ്ടുപിടിക്കാനായിട്ട് പഠിച്ചു അല്ലേ? പിന്നെ നമ്മൾ പഠിച്ചത് എന്താണ്? ഒരു ഏരിയ തന്നിട്ട് ആ ഏരിയ വരുന്ന ഒരു സ്ക്വയർ, ഒരു സമചതുരം നമ്മൾ വരയ്ക്കാനായിട്ട് പഠിച്ചു. ഇങ്ങനെ 3 കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഈ 3 കാര്യങ്ങൾ സെറ്റ് ആണോടാ? സെറ്റ് ആണോ മക്കളെ? ഓക്കെ ആണ് എങ്കിൽ വേഗം ഒരു ഡാറ്റ തന്നെ, സ്പീഡിലൊരു ഡാറ്റ. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള കാര്യമാടാ. പിന്നെ കുറച്ചുകൂടി നമുക്ക് പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ ഹോംവർക്ക് തന്നിരിക്കുന്നത് മറക്കണ്ട കേട്ടോ. 3 ഹോംവർക്കാണ് നമുക്ക് തന്നിരിക്കുന്നത്. 4 തന്നിട്ടുണ്ട് അല്ലേ? 4 വളരെ സിമ്പിൾ ആണ്. നമ്മൾ ചെയ്ത സെയിം സാധനം തന്നെയാണ്. അതുകൊണ്ടാണ് മിസ് ഹോംവർക്ക് ആയിട്ട് തന്നത്.